ഞാനായിട്ട് കുറയ്ക്കാൻ പാടുണ്ടോ? എനിക്ക് ഈഗോ അടിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ എന്റെ വക ഡാൻസ് ഇരിക്കട്ടെ, എന്നിട്ട് മതി ഇന്നത്തെ ഈവന്റിന്റെ തുടക്കം. എന്താവോ എന്തോ. അതെ, ഓഡിയൻസിന്റെ അടുത്ത് ചോദിക്കാം, സത്യത്തിൽ നന്നായെങ്കിൽ കൂവോ ഒന്ന്? താങ്ക് യു. ഇതാണ് ബുദ്ധിപരമായിട്ടുള്ള സ്ട്രാറ്റജി. നന്നായി ഇല്ലെങ്കിലും കൂവല്ലോ. അപ്പൊ ഇതാണ് നന്നായത്. സത്യം പറഞ്ഞ ഡാൻസേഴ്സ് ഇന്നത്തെ തുടക്കം നമ്മളെ വെച്ചിട്ടായിരുന്നു ഗംഭീരായി. നമുക്ക് വേണ്ടി നമുക്ക് കൈയടിക്കാം. യെസ്, once again welcome. സോ ഈ ഒരാഴ്ച കളറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ഉത്സവം എന്ന് പറയാൻ പോവാണ് കേട്ടോ. വെൽക്കം all of you. This is Star Magic Utsav. അപ്പൊ ഇതെല്ലാം ഇനി എന്റെ ഡാൻസിന്റെ അഭിപ്രായം പറയാനും എന്നെ കഞ്ഞിക്കിടാനും പൊങ്കാലിടാനും ഇന്നത്തെ ഈവന്റിലേക്ക് നമ്മുടെ ചേട്ടന്മാരെയും ഗേൾസിനെയും എല്ലാവരെയും ക്ഷണിക്കാം. കിട്ടുന്ന ഉറപ്പാണ് ഗൈസ്. നിങ്ങൾ എന്നെ ഒറ്റക്കിട്ടിട്ട് പോവാ, ഇവിടെ നിന്ന് ഒരുമിച്ച് കേട്ടിട്ട് പോയാൽ മതി. സോ ലെറ്റ്സ് വെൽക്കം ദ എൻ്റർ ടീം ടു സ്റ്റാർ മാജിക്. ബിഗ് ബഡ്ജറ്റ് സിനിമയിലെ പാട്ടുകൾ കണ്ടിട്ടുണ്ടോ? ഡാൻസ് കിടക്കുമ്പോ ഫ്രണ്ട് 2 കാള പാസ് ചെയ്യും. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങളൊരു പോത്തിനെയും പ്രതീക്ഷിച്ചായിരുന്നു. സുമേഷ് പോത്തിനാശിതെന്ന് നടുക്ക് ചെന്ന് ആ ചുമന്ന ഉടുപ്പിട്ട ആര് പോത്ത് ചുമന്ന് അല്ല ചെമ്പോത്ത്. അയ്യയ്യേ എന്തോ എനിക്കൊരു യെല്ലോ ഷെയ്ഡ് ഫീൽ ചെയ്തത്. അപ്പഴേ സ്റ്റാർ മാജിക് ഉത്സവില് അല്ലല്ല എന്നിലേക്ക് വരുന്നതിന് കൈ മാത്രമേ ചലിക്കുള്ളൂ ചേട്ടാ. ചേട്ടാ കൈ മാത്രമേ ചലിക്കുള്ളൂ. നീ പിസിലെ പിസിലെ കാണിച്ചപ്പോ സ്റ്റെപ്പ് എങ്ങനെയാണ്? ഏതായാലും പാട്ട് എങ്ങനെയാണ് കാണിച്ച പിസില്? അങ്ങനെ ഞങ്ങള് കണ്ടു. നല്ല ഊണാ നല്ല അണ്ണ. എങ്ങനെയുണ്ട് സദ്യ? അണ്ണ സദ്യ എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. എന്റെ ഡാൻസ് സൂപ്പറാ, എന്റെ വിസിൽ സൂപ്പറാന്ന്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്തത് തെറ്റിയിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ചിരിയുണ്ട്. അതെ, കാരണം ഈ ഷോയില് വന്നതിന് ശേഷം വീണെടുത്ത കിടന്ന് എങ്ങനെ ഉരുളണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ ചുരിദാർ ഇട്ട് വന്നിട്ടില്ലെന്ന് ഇട്ടോണ്ടിറങ്ങി ഓടിപ്പോ മാറിപ്പോയി. ഭാര്യയുടെ ചുരിദാർ ഉണക്കാനിട്ടല്ലേ? ഹലോ ടീം, എന്താ ടീം എന്തോ ഹാസ്യം തൊണ്ടയിലൊടക്കി തിരിച്ചുപോയി. ലക്ഷ്മി, ഞാൻ വിചാരിച്ചേ എനിക്ക് മാത്രമാണ് താളമില്ലാത്തതെന്ന്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാണ്. ഒരാൾക്ക് താളമുണ്ട്, ഉണ്ട്. താളം മാത്രമല്ല ബോധം ഉണ്ടാവില്ല. ഒരു വീട്ടിൽ 2 മക്കളല്ല, ഒരാളും കൂടെ വേണം. ഷിയാസേ എന്തായി? ഷിയാസിനെ അടിമാലി അല്ല, ഇവർക്കിട്ട പേരാണ് രാഗം താളം പല്ലവി. അപ്പൊ ഇനി ഉത്സവം, ഘോഷയാത്ര, പള്ളിപ്പെരുന്നാള്, എന്താ കുഴപ്പം? രാഗം താളം പല്ലവി. ഹലോ, പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, കൗണ്ടേഴ്സ്. ചീഞ്ഞത് വേണോ, ഫ്രഷ് വേണോ, ഹിറ്റ് വേണോ, എല്ലാ തരം. പിന്നെ വേറൊരു കേസുണ്ട്. സ്റ്റേജ് കെട്ടുമ്പോ 3 തൂണ ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഒരു തൂണ് ഞങ്ങൾ കൊണ്ടുവരും. ആർക്കെങ്കിലും വേണോ 3 പേരെ കൊണ്ടുപോവാം. ഒരു മിനിറ്റ് ചോദിക്കട്ടെ. അത്രേ ഉള്ളൂ. ബിനീഷിന്റെ അതെ. ഹലോ, നിങ്ങളങ്ങ് പോയാ മതിയാ. നിങ്ങളെ ചിറ്റാര മോനെ കട കൊണ്ടോ ആ കാല് വയ്യാത്ത പയ്യന. ശരി, അങ്ങനെയാണെങ്കിലേ ഇനി നോബി മാർക്കോ
മാർക്കോസ് നയിക്കുന്ന നിങ്ങളുടെ പരിപാടി തുടങ്ങട്ടെ. ഞങ്ങളുടെ കോമഡി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു ഞങ്ങൾക്കൊന്ന് അറിയണം. കേട്ടില്ലേ? ഞങ്ങളുടെ കോമഡി ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകണം എങ്ങനെയാന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. അതെ അതെ. അല്ല, ഇതിപ്പോ വേറെ വിഷയമൊന്നുമില്ല. ഞങ്ങളുടെ ഈ പറമ്പിൽ നിന്ന് ഒരു 4 വാഴ മാറ്റി നട്ടു. അത്രേ ഉള്ളൂ. പറയുന്ന പഴമാണ് പറയുന്നത്. വെട്ടിക്കോളാം. അതും വാഴപ്പഴം. അപ്പൊ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ സ്റ്റാർ മാജിക് പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിലും ഇനി ചിരിച്ചു ചാവാം. അത് മാത്രമല്ല ഇനി മറ്റേ ചക്രോ പൊക്കറോ ടിക്കണി ഞങ്ങളല്ല ചളക്കോ പുളുക്കോ അത്ര അതൊന്നുമില്ല. ഞങ്ങൾ ഒരു സ്റ്റാൻഡിൽ അങ്ങ് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇന്നത്തെ വെറൈറ്റിക്ക് വേണ്ടി മീശമാധവനുണ്ട്, ജയറാമുണ്ട്, ലാലേട്ടല്ലേ ലാലേട്ടല്ലേ. അല്ലല്ല, ഈ എപ്പിസോഡിന്റെ നിലവാരം ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും പറയണ്ട. മറ്റേ പിടിച്ചു നോക്കിയേ. ഏതാ? ഞാൻ ഒരെണ്ണം ആവാഹിച്ച് കയറ്റിയ പിന്നെ അത് കഴിയാതെ അല്ല, നിങ്ങൾ 3 പേരുള്ള എപ്പിസോഡിൽ ബാക്കി എല്ലാരും വെറുതേക്കിനാണ്. ഇത് അവിടെ ഇരുന്നപ്പോഴല്ലേ തോന്നിയത്. എല്ലാവർക്കും നിങ്ങളെ കാണുമ്പോഴും അതാ തോന്നുന്നത്. അതെ അതെ, അത് ഞങ്ങളെ ഓഡിയൻസ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സ്വീകരിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അല്ലേ അല്ലേ? കണ്ടോ? ചേട്ടൻ കാണിച്ചെന്നാ ചുമന്ന സച്ചിട്ട ചേട്ടൻ. കൊണ്ടുവരല്ലേ കൊണ്ടുവരല്ലേ കൊണ്ടുവരല്ലേ. ആണോ ചേട്ടാ? അല്ല, ഈ കിഴങ്ങല്ലേ? ഈ കിഴങ്ങല്ലേ എന്നാ ചേട്ടനാ? അല്ല, നിങ്ങൾ ചോദിച്ചപ്പോ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വേണമെന്നുള്ള എല്ലാരെയും കൊണ്ടുപോയിക്കോ. ഞങ്ങള് കുറച്ച് ടോപ്പ് സിംഗറിലെ പിള്ളേർ വെച്ച് ഞങ്ങൾ ഒരു പരുവത്തിന്. അല്ലല്ല, ഇത് എവിടെ വരെ പോകുന്നു നോക്കട്ടെ. 3 പേരുള്ള ബാക്കി ആരും സംസാരിക്കും. കമ്മറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് അജീഷിനെ അവിടെ നിന്ന് മാറ്റണം. അവൻ ചില മുദ്രകളൊക്കെ കാണിക്കുന്നുണ്ട്. അജീഷിന്റെ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ ഇരിപ്പ് കണ്ട. KSRTC ബസ്സിൽ ഹർത്താലിന്റെ ഒക്കെ അന്ന് പോണായിരിക്കും. അല്ല, ഹലോ, ഈ ഞങ്ങളെ വെച്ച് കണ്ടന്റ് കൊണ്ടുപോകണ്ട. ഇവിടെ പരിപാടി വെളിയിരുന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ആവശ്യമില്ല. ഞങ്ങളത് കമ്മറ്റിക്കാരത്ത് പറയാൻ കേട്ടോ. ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു. വെളിയെന്നൊരു ഫോട്ടോ വെച്ച് വെളിയാ. അവിടെ ഇരുന്നാലും സ്വയം തന്നെ അല്ലേ? ശ്രീവാച്ച അല്ല, ശ്രീവാച്ചൻ ഒരു മിനിറ്റ്. ഈ ചേട്ടൻ ബാക്കിലിരുന്ന് എന്തോ മൂളുന്നു. നമ്മുടെ നടൻ സുധീഷ് ചേട്ടന്റെ അത് മോളിയതല്ലേ നിങ്ങളോട് ഇറങ്ങിപ്പോ പറഞ്ഞ. അല്ല, നമ്മുടെ ചിഹ്നമില്ലാതെ എന്ത് സ്റ്റാർ മാജിക്കുകളാ. ഏതാ നിങ്ങളുടെ ചിഹ്നം? ഇതാണ് ഞങ്ങളുടെ ചിഹ്നം. ഇതാണ് ചിഹ്നം. ഇത് ഇവിടെ ഒരു ചിഹ്നം മാത്രമേ ഉള്ളൂ. മർപ്പടാർ തുടങ്ങിയ കാലം മുതലുള്ള ചിഹ്നമാണിത്. ആരാന്ന് ഇതോ? ഇതെന്റെ വൈഫാണ്. അതുകൊണ്ട് അല്ല, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്നാ പറയാ, ചിന്നുകുട്ടിന്നോ? ഈ ചിങ്ങം വരുമ്പോ 49. അല്ല, ബാബാജി, ഇത് ചിന്നുകുട്ടി, ഇത് അമ്മുക്കുട്ടി. അല്ല, കുഴപ്പമില്ല, വീട്ടിൽ ചെല്ലുമ്പോ കിട്ടിക്കോളും. പോട്ടെ. ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ സംസാരിക്കണത്. നിങ്ങൾ ചിന്നക്കുട്ടി അമ്മക്കുട്ടി ഞങ്ങളൊക്കെ ഇതിനെ കൊണ്ടൊക്കെ പൊറുതി മുട്ടി. അല്ല, ഇന്ന് ലക്ഷ്മി വന്നിട്ടില്ല. ലക്ഷ്മിയുടെ മകളാണ് വന്നേക്കണത്. എത്രാമത്തെ മോളെ അത്? ഒരു ഭംഗി നോക്കി വണ്ണൊക്കെ കുറഞ്ഞു ലക്ഷ്മിയുടെ മകളെ. അല്ല, ലക്ഷ്മിയുടെ മകൾക്ക് ഇത്ര പ്രായമാണെങ്കിൽ ലക്ഷ്മിക്ക് ഇത്ര പ്രായം. ഇപ്പൊ 23 വയസ്സ് കൂടി വന്ന കുട്ടീനെ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് പരിചയപ്പെടുന്ന മുത്തച്ഛൻ. അയ്യേ, വയസ്സ് ഷോളിലിട്ട് ഇങ്ങനെ. അതൊന്നല്ല വിഷമം. അവിടെ നിന്നാ ശമ്പളം ഇല്ല. അങ്ങനെ ഒരു സംഭവം കേട്ടോ. അല്ലെങ്കിൽ ഇവിടേക്ക് പൊട്ടെന്നാണ് നിന്റെ വിചാരം. അല്ല, ഇവൻ ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴേ ഒരു 500 മടക്കി അനൂപിന്റെ പക്കത്ത് ഇരിക്കട്ടെ സാർ. ആ ജിഷിൻ ഒരു കൊച്ചിന് ഗ്ലാസ് ഒക്കെ കൊടുത്ത് പറ്റിക്കുന്നുണ്ട്. മാമൻ പുള്ളി മാമൻ ആമ്പളി മാമൻ അപ്പൂപ്പനും അമ്മൂമ്മേ പറഞ്ഞേ. മാമൻ കേക്കണ്ട. ചക്കര മോളൂട്ടോ. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ലൈക്ക് വരില്ല, പക്ഷെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത്
പറ്റിപ്പിടിച്ച് കിടക്കില്ലേ സ്വന്തം അച്ഛന്റെ നെഞ്ചിൽ കിടക്കണം. പക്ഷേ ഉണ്ടല്ലോ ലക്ഷ്മി, ഏയ് ലക്ഷ്മി കൊച്ചിങ്ങനെ കിടന്നാനാ നെഞ്ചോട് പറ്റി. ആ ഈ പോക്കറ്റിൽ ഹാൻസ് കിടപ്പുണ്ടായി, അതിന്റെ സ്മെല്ലടിച്ചു. ഭാവി ചുണ്ടുന്റെ പേരെന്തോടാ? ഞാൻ കൊച്ചിനെ വെറുപ്പിച്ച് പാവം മിണ്ടാറായിട്ടില്ല. അച്ചൂ ദാ. ആ, കൊച്ചിന് പാട്ട് പഠിക്കണോന്ന് കൊച്ച് ബിനീഷ് പഠിപ്പിക്കും. ബിനീഷ് പഠിപ്പിക്കും. അല്ല അല്ല അല്ല, ആ കൊച്ചിന് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല. കാര്യം താളത്തിനാട്ട ആരുമില്ല അവിടെ. ഭാവിയുടെ പേരെന്താ? പാറുക്കുട്ടി. അടെ പാറുക്കുട്ടി. പാർക്കുട്ടി നാനാണ് പെരുമ്പാറുഷ്യാസ്. മാമനി പാട്ട് പഠിപ്പിച്ചു തരൂ കേട്ടോ. റെഡി. എന്നെ കൂടെ പരിചയപ്പെടുത്ത് പെരുമ്പാറുഷ്യാസ്. ഇങ്ങനെ പാടിയാ മതി കൊച്ചേ. ഇത് ഷിയാസ് മാമ, ഭയങ്കര ഫേമസാ ഷിയാസ് മാമ. വേറെ കേസുണ്ട്. അങ്ങോട്ട് പോയപ്പോ 4 പേർക്കും വേറെ കണ്ടന്റ് ഇല്ലാത്തോണ്ടാ കൊച്ചിനെ പിടിച്ച് എപ്പിസോഡ് കൊണ്ടുപോകാൻ വേണ്ടി. ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴും കണ്ടന്റ് നടക്കുന്നത് ഇവിടെയാ. നിങ്ങൾ വെറുതെ കുന്നം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുക. പാട്ട് പഠിപ്പിച്ച അല്ല, നിങ്ങളുടെ ഡേ കെയർ കോമഡി എപ്പോ തീരും? പാട്ട്. കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ, കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ, കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ, കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ, കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ. ഉറപ്പായിട്ടും. അതെ, എല്ലാവരോടും എനിക്ക് മുഖത്തോക്കി പറയാൻ ഒരു മടിയുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം. കാരണം ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്നത് ഇവിടെയാണ്. കൊച്ചിന്റെ അമ്മയുടെ കൈവയ്ക്ക്. ആ കൊച്ചു വലുതാവുമ്പോ ഉറപ്പായിട്ടും പറയുന്നു ബിനീഷ് ബാസിനോട് വൈരാഗ്യം തീർത്തിരിക്കും. അല്ല, അങ്ങോട്ട് ക്യാമറ ഇല്ല, എല്ലാ ക്യാമറ ഇങ്ങോട്ടാണ്. ഞങ്ങളില്ലാതെ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. ഇന്ന് അവരുടെ കൂടെ പേയ്മെന്റ് നമ്മൾ മേടിക്കണല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആരെങ്കിലും മൊബൈലിലെങ്കിലും പിടിക്കാവരാ. അല്ല, ഷോ തുടങ്ങുന്നില്ലേ? ഷോ നിങ്ങളുടെ ഡേ കെയർ കോമഡി തീർന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, നമ്മൾ നിർത്താത്തോണ്ടാ. നമുക്ക് നിർത്താം. എന്നടാവേ പറഞ്ഞു തുടങ്ങിക്കോ. എന്നാ കുട്ടിയുടെ ഓണർക്കൊന്ന് കുട്ടിയെ പാസ് ചെയ്തോളൂ. നമുക്ക് നമ്മുടെ സീറ്റുകളിലിരിക്കാം. റെഡി? പ്രിയമുള്ളവരെ, അപ്പോ സ്റ്റാർ മാജിക് ഉത്സവത്തിൽ ഇപ്പൊ ഒരു ഷോർട്ട് ഹലോ, അങ്ങനെ ബ്രേക്ക് പറയാറുമ്പോ ഷോ ഡയറക്ടർ പറയും. അങ്ങനെ ഷോർട്ട് ബ്രേക്ക് അങ്ങനെ ഒഫീഷ്യലി അല്ലാതെ പറയണ്ട. പെട്ടെന്ന് കഴിച്ചിട്ടോ. ബ്രേക്ക് കഴിഞ്ഞു. നമുക്കിരിക്കാം. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് എങ്ങോട്ട്? ഡാൻസേഴ്സിനെ പറഞ്ഞു വിടണം, അവർക്ക് വണ്ടിക്കൂലി കൊടുക്കണം. ഓഡിയൻസിന് ഒരു ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ നിക്കണ കണ്ടിട്ടേ അവര് തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് തരാം എന്നാണ് പറയുന്നത്. നിപ്പ് കണ്ടട്ടെ, വീട്ടില് തേങ്ങ ഇടാനായിട്ട് 2-3 പേരെ കിട്ടിയേ കൊള്ളായിരുന്നു. സോറി പറഞ്ഞ് ചിന്നുനെ തിരിച്ചു വിളിക്കേ. അയ്യോ ചേട്ടാ, ഞങ്ങള് വേണേ തിരിച്ചു വിളിച്ചോളാം. ഞങ്ങൾക്ക് ഒന്നും കൂടി കാണണം. ഫിസിലെ ഡാൻസ്, ഫിസിലെ അത് തെറ്റിക്കാതെ കളിച്ചാ ഞങ്ങൾ എടുക്കും. ചിന്നു പോയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. തെറ്റിക്കാതെ കളിച്ചാ. ഞാൻ ഇപ്പൊ കളിച്ചേ, അത് കളിച്ചിട്ടാണ് അവരിങ്ങനെ പറയണത്. തെറ്റിക്കാതെ കളിക്കണം. ശരി, ഓക്കെ, ഞാൻ തെറ്റിക്കാണ്ട് കളിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡാൻസുകളുടെ അവസ്ഥ നിങ്ങൾ തന്നെ റേറ്റ് ചെയ്യണം ഗൈസ്. തക്കാളി ഫ്രം കൂർക്കഞ്ചേരി. അല്ല, ഞാൻ പറയട്ടെ, നമുക്ക് ലക്ഷ്മിനെ മാത്രം അങ്ങ് വിളിച്ചാലോ? അതെ, അടുത്തത് നമ്മുടെ ഡാൻസ് വരാം. വേണമെങ്കിൽ മാത്രം വാ. നമുക്ക് ലക്ഷ്മിനെ മാത്രം ആർക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ടടാ. ലക്ഷ്മി എനിക്ക് ഓഡിയൻസ് ആണ് എനിക്ക് ശക്തി. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ശരി, ചേട്ടന്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങള് സോറി പറഞ്ഞ് ലക്ഷ്മിയെ വിളിക്കാം. ബാക്കിയുള്ളവർക്ക് 3 പേർക്കുള്ള വണ്ടി വെളിയിൽ വന്നിട്ട് ലക്ഷ്മി ചേച്ചി വാ. ചേച്ചി ഒരു സംഭവം വാ. എനിക്ക് മ്യൂസിക് വേണം. വേണ്ട,
എന്നെ രസ രശ്മി ഇത് എങ്ങനെ കാണിക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഞാൻ ശരിക്കും കളിച്ചിട്ടില്ല, കാരണം ഫ്രണ്ടിൽ മൊത്തം ഈ ഹിൻഡ്രൻസസ് ആയതുകൊണ്ട് എന്റെ മൂഡ് പോയി. എന്തെങ്കിലും പറഞ്ഞങ്ങ് വർത്താനം പറഞ്ഞ എനിക്ക് പോയതല്ലോ, പറഞ്ഞു വിട്ടതല്ലേ. ലക്ഷ്മി, ലക്ഷ്മി, എന്താ ഞങ്ങളുടെ കാര്യം എന്തായി? നിങ്ങൾ വന്നില്ലേ ഇതിന്റെ ഞങ്ങളുടെ കാര്യം ലക്ഷ്മിയുടെ ഡാൻസ് ചേട്ടാ അല്ല ചേട്ടാ തേങ്ങ പറിക്കിയ ഒരാള് ചോദിച്ചില്ല, 3 പേര് തന്നിട്ടുണ്ട്. തേങ്ങ പറിക്കിയേ, ചെടി നട്, അല്ല, ചാണകം. ഞാനൊരു കാര്യം പറയട്ടെ. ചുരുങ്ങിയത് നമ്മൾ 7 വർഷമായി ഒരുമിച്ച് പരിപാടിയൊക്കെ ചെയ്യണു, അത് വേറെ. പക്ഷെ പരിപാടിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഓഡിയൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞപ്പോ ഞാൻ പോന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഇവരെന്ത് ചെയ്യണം. എന്റെ പൊന്നു ഷിയാസേ കേറിച്ചല്ലേ തളർത്തി കളഞ്ഞോ. ഇന്നത്തെ ഓഡിയൻസ് ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ടീമിന് ഒരു വെല്ലുവിളിയാണ് കേട്ടോ. അവിടെ ഷിയാസിനെ ഇമിറ്റേറ്റ് ചെയ്യണോ ചേട്ടൻ? ചേട്ടാ ഒന്ന് കാണിക്കൂ. എന്റെ പൊന്നു ഷിയാസേ, എന്റെ പൊന്നുടേ. സൂപ്പർ ഇട്ടാ സൂപ്പർ. ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഷിയാസിനെ ഇമിറ്റേറ്റ് ചെയ്യാം, അത്ര സിമ്പിളാ അല്ലേ? ശരി അനൂപ് സാറേ, ശരി ഞാൻ അവിടെ പോയി നോളാം. ഞാൻ മാത്രം. വിനീഷ അവിടെ തന്നെ ഇരുന്നോളൂ. അല്ല, ജഗദീഷ്, എന്റെ അദ്ദേഹം അവിടെ ഇരിക്കുന്നില്ലേ? പെണ്ണാങ്ങളമാരില്ലാണ്ട് ഞാൻ എങ്ങനെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും? അതാണ്. ഓഡിയൻസ് അവരെ തിരിച്ചു വിളിക്കട്ടെ, എനിക്ക് പറ്റണില്ല. സ്റ്റാർ മാജിക്കിന്റെ 2 ഗായകരാണ് നിങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇവരെ വിളിക്കണം. ഞാൻ ഗായകനാ. ആരാ പറഞ്ഞ പൃഥ്വിരാജോ? മിണ്ടാതിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പറ. അത് ഫ്ലോറും ഇത് ഓഡിയൻസിന്റെ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുക. അല്ല ശരിക്കും ഇത് സ്റ്റാർ മാജിക് അല്ലേ? അതെ. ഓഡിയൻസിന്റെ പരിപാടിയല്ലല്ലോ. പിന്നെ പറ്റോ? അവിടെ പോയില്ലേ? നിങ്ങളെ താരങ്ങളാണ്. ശരിക്കും ഭയങ്കര സന്തോഷം. സ്റ്റാർ മാജിക്കിന്റെ 7 വർഷക്കാലത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഇതൊന്നും ലൈക്ക് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ സ്പോട്ടിൽ ഒരു 1/2 മണിക്കൂർ ഓഡിയൻസ് നിങ്ങൾ കൊണ്ടുപോയിട്ടോ. ലക്ഷ്മി, പരിപാടി ഇപ്പൊ കേറിയൊക്കെ ഗസ്റ്റിനെ വിളിച്ചോ? അതെ, ഞങ്ങൾ അവിടെ പോണ്ടി വന്നു. അത് കേട്ടാൻ. പക്ഷെ വേറെ ഈ ഓഡിയൻസിന് സ്ഥിരം അവര് കൊണ്ടുപോകോളും ഷോ. അതെ, പിന്നെ നമ്മുടെ ജോലിയും പോകും. പക്ഷേ വേറെ ലെവൽ വിസ്ലിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ ഇവന്റിൽ നമ്മൾ വിസ്ലിന്ന് തുടങ്ങുകയാണ്. നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരുമിച്ച് റെഡി 1 2 3. അവളെ സ്റ്റാർ മാജിക് ഉത്സവില് ഇന്ന് നമ്മുടെ കൂടെ വരാൻ പോകുന്നത്, ശരിക്കും ഇതാണ് ഇവിടുത്തെ വൈബ് എന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും കോമ്പീറ്റ് ചെയ്യാൻ ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് ഡബിൾ പവറില് എനർജിയില് ഒരു എവർ ഹിറ്റ് നായികയാണ് എത്താൻ പോകുന്നത്. നമ്മുടെ സ്റ്റാർ മാജിക്കിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മേനക ചേച്ചി, ആക്ട്രസ് മേനക സുരേഷ്. കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ നാടൻ കാറ്റു കിതച്ചോടും രാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനകർ 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 താതിന്തോ താനകർ 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 താതിനന്തോ കാക്കമരകിലെ കാക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ. ചേച്ചി വെൽക്കം ബാക്ക്. പക്ഷേ തിരിച്ചുള്ള വരവ് സ്റ്റാർ മാജിക് ഉത്സവത്തിലേക്കാണ്. ഒരു ഉത്സവം കൊട്ടി കയറിയിരിക്കുകയാണ് ഫ്ലവേഴ്സിൽ. വെൽക്കം മേനക ചേച്ചി. അല്ലെങ്കിലും സ്റ്റാർ മാജിക് ഉത്സവമാണ്, എന്റെ പുതിമ ഒന്നുമില്ല. നേരത്തെ തന്നെ ഉത്സവമാണ്. ലക്ഷ്മി നക്ഷത്രം എന്നുള്ള പേര് മാറ്റി ലക്ഷ്മി ഫിസിലെ എന്നാക്കി ഞങ്ങളെ പുതുമ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തോ ഡാൻസ് ആണ് ഇടയ്ക്ക് കയറി ചെയ്തത്. അഥവാ തീയണയ്ക്കാൻ നോക്കിയാണ്. ഇതെന്തോ ഇടയ്ക്ക് അല്ല ചേച്ചി, അത് എന്റെ മാത്രമുള്ള ഒരു സ്റ്റെപ്പാ. ഒന്ന് കാണിച്ച് നന്നായിരുന്നു കേട്ടോ. അടിപൊളി, നന്നായി, ഇഷ്ടപ്പെട്ടത്. ഡാൻസ് പഠിച്ചതല്ല, ഇങ്ങോട്ട് വാ. ഇവരുടെ ഇയാള് പാട്ട് പാടുമ്പോ ഇയാൾ എടുത്ത് വെള്ളത്തിലേക്ക് ഇടും, പിന്നെ അവിടെ കിടന്ന് കാണിക്കണാണ് ഇങ്ങനെ. ഈ മറ്റുള്ളവരുടെ കാര്യം പറയണതായിരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ സാധാരണ എന്റെ അടുത്തല്ലേ നിൽക്കുന്നത്,
ഞാൻ നീ എന്താ മാറി അങ്ങോട്ട് പോയി നിന്ന്? പേടിച്ചിട്ടാ ജി. അല്ല ഞാൻ ഇപ്പൊ ഈയിടെയായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ കൂടെയൊക്കെ ആടുമ്പോഴോ ഇവിടെയോ ഒന്നും ചേച്ചി ഏതായാലും പിടിച്ചു പൾസ് നോക്കിട്ട് പോകും. അല്ല, പേടി എന്ന് പറയുന്നത് നിനക്ക് ഒട്ടുമില്ല, അതെനിക്കറിയാം. പക്ഷെ നീ ജീവിതത്തിൽ പേടിച്ചത് ഞാൻ ഒരിക്കലും കണ്ടായിരുന്നു. ഒരു എപ്പിസോഡില് കയ്യെല്ലാം വേർക്കുന്നു. ഭാര്യയുടെ കാര്യം എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞപ്പോഴാണോ? അല്ലല്ല, ഏത് എപ്പിസോഡ്? ഒരു എപ്പിസോഡ് കയ്യൊക്കെ വേർക്കുന്നു ഒരാളുടെ കൂടെ ആടുമ്പം ഇങ്ങനെ. എനിക്ക് ചേച്ചി എഫിലാണോ തുടക്കം? അതെ. തനനനാ, തനനനാ. സാക്ഷാൽ ശ്വേത. എങ്ങനെ അതെങ്ങനെയായിരുന്നു? അയ്യോ എന്തൊരു നോക്കട്ടെ, മേനക ചേച്ചിയാണ് ആ സോങ്ങിൽ പെർഫോം ചെയ്യണത്. എനിക്ക് സുമ എങ്ങനെ ചെയ്യാൻ ഞങ്ങൾ നോക്കട്ടെ. പേടിയുണ്ടോന്ന്? അല്ല ചേച്ചി റെഡി. ചേച്ചി റെഡിയാ? ഒരു വിധി. ഇപ്പൊ പേടിയുണ്ടോ പേടിയില്ലേന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ കേട്ടോ. അതെന്നാ അറിയോ, ഞാൻ ഈ മറ്റേ പാട്ടൊക്കെ വെച്ച് വരുമ്പോഴേ അറിയാതെ ഇവനെ വെച്ച് വരുമ്പോഴേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാം. എന്നാ നമുക്ക് നോക്കിയാലോ? ചേച്ചി റെഡിയാ? എപ്പോഴും റെഡി. ചേച്ചിയുടെ സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ ഷോൾഡറിലൊക്കെ കൈവച്ചിട്ട്. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമണി. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമണി. എന്റെ കരം കൊമ്പിൽ ചാറ്റുമഴച്ചോലയിൽ വന്നപ്പോൾ ചിന്താമണി. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമണി. ഹലോ, ഇത് പാട്ട മെയിൽ വോയിസ് ആണ്. ഞാൻ പാടുന്നത് പോലെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതല്ല, പീഡിപ്പിച്ചിട്ടാണ്. അല്ല, പാട്ട് മെയിൽ വോയിസ് അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ മെയിൽ വോയിസിന് അങ്ങേരെ അഭിനയിച്ചായിരുന്നോ? ആണോ? ഇല്ലല്ലോ, ഞാനല്ല കെട്ടിപ്പിടിച്ചത്. ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യ. ഇവൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. എന്താ സുമയുടെ പ്രശ്നം? എന്ത്? ഞങ്ങളും പ്രേക്ഷകരും ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോ ഒരു പാട്ട് ഇട്ടെന്ന് കഴിഞ്ഞാൽ അതിലങ്ങോട്ട് മുഴുകി ചെയ്യണം. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളാണല്ലോ ചെയ്യേണ്ടത്. മാറ്റിയിടൂ ഒന്നും കൂടെ അയാൾ നന്നായിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കട്ടെ. പ്രേമം വരണം. എന്തായാലും നിന്റെ ഭാര്യ ചീത്ത പറയില്ല, എന്റെ ഭർത്താവും ചീത്ത പറയത്തില്ല. മര്യാദ. ഇവന്റെ ഭാര്യ ചീത്ത പറയില്ലെന്നുള്ളൂ. ഇവനെ ഇങ്ങനെ ബെഞ്ച് പോലെ നിർത്തിയിട്ട് 10 ഓട് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിപ്പൊട്ടിട്ട ഞാൻ കണ്ടതാ. ഇവന്റെ കൊച്ചിന്റെ പിറന്നാളിന് ഒരു പെണ്ണിനെ നോക്കിയെന്നും പറഞ്ഞു ഭാര്യയെ കൊണ്ടുവരായിരുന്നു. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നത്തെ ഈവന്റിൽ വരണ്ടേന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവള് കുറെ നാളായി. നീ എന്താണ് മുണ്ട് മടക്കി പറഞ്ഞു? മുണ്ട് കത്തിറ. ഞാൻ ഉള്ളിലുണ്ടായിരുന്ന എനിക്ക് എന്റെ ഇതുണ്ട്, മറ്റേത് റൊമാൻസ് ഒക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഉള്ളിലുള്ളത് എന്നാന്നൊക്കെ അറിയാം. അത് പോട്ടെ. അല്ല, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. റൊമാൻസ് വാരിട്ടേക്കും. കറക്റ്റ് വണ്ട അല്ലേ?
റിയാക്ഷൻ കണ്ട റിയാക്ഷൻ സുമേഷ കറക്റ്റ് സിംഹത്തിന്റെ ഫ്രണ്ടിൽപ്പെട്ട മാൻപേട ചേച്ചി സിംഹം. പക്ഷെ നീ ഭയന്നട ചേച്ചി എന്തിനടാ? അവൻ ആ ബസ് കയറിയിട്ട് ചെറിയ വിഷയം ഉണ്ടായതിനു ശേഷം നീ ഓടിക്ക്. രസമായിട്ട് മേനേജ് കളിച്ചോട്ടെ. എന്തൊരു സ്വീറ്റ് ആയിരുന്നു, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പറഞ്ഞാലുണ്ടല്ലോ നോബിച്ചേട്ടനെങ്ങാനും ആണ് കോംബോ കളിച്ചായിരുന്നെങ്കിൽ ചേച്ചി അരിക്കൊമ്പന്റെ മുമ്പിൽ പെട്ട പോലെ ആയേനെ. അല്ല എനിക്കൊരു സങ്കടം, ഈ പാട്ടിന്റെ മുന്നിലേ ലക്ഷ്മിയുടെ വിസിലെ മുങ്ങിപ്പോകുന്നുണ്ടോ സംശയം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ഒരു സീനിയർ ആക്ട്രസിന്റെ മുന്നിൽ എന്റെ വിസിലെ മുങ്ങി പോണം, പോയേ പറ്റൂ. ശരി, അപ്പോഴേ ബിനിച്ചേട്ടന്റെ ഉള്ളില് ഒരു തേങ്ങയില്ല. ഇവിടെ വരുമ്പോ പുള്ളിയുടെ മുഖത്തേക്ക് ക്യാമറ ക്ലോസ് പോണത് ചേച്ചി ഒന്ന് കാണണം. ഒരു വേദന. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് ഒരു വേദനയില്ല. അല്ല, ഡാൻസ് ചെയ്യാൻ. അല്ല ചേട്ടനെ ശരിക്കും ചേട്ടനാണ് അത് നോക്കേണ്ടത്. കാരണം മൂളുവേ എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ചേട്ടന്റെ ഭയങ്കരമായിട്ടുള്ളൊരു വണ്ടിന്റെ ഫിഗർ ഉണ്ടായിരിക്കല്ലേ. സുമേഷ്, നിന്റെ ഭാര്യ റേഷൻ കടയിൽ പോയെന്ന് ആർഡിന്ന് നിന്റെ പേര് വിട്ടു. അപ്പോ എങ്ങനെയാ സ്റ്റാർ മാജിക് ഉത്സവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ മേനക ചേച്ചി വന്നു, അവിടെ ഒരു പടക്കം പൊട്ടിച്ചു, കണ്ടു, കീഴടക്കി ഇവിടുത്തെ സ്റ്റാർ മാജിക് എല്ലാവരെയും. മേനക ചേച്ചി വന്നു കഴിഞ്ഞാൽ കീഴടക്കി, ഫ്ലോർ കീഴടക്കി എന്ന് തന്നെ പറയണം. തിരിച്ചു വന്നപ്പോ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ല. എന്തൊക്കെയാ പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷം എന്താണ്? അവിടെ കറക്കാണ്. റീസെന്റ് ഇപ്പോ ട്രാവൽ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഹൈദരാബാദ് നമ്മുടെ ഒരു കൊലീഗിന്റെ ഒരു വീട് പാലുകാച്ചിന് വേണ്ടി പോയി. അങ്ങനെ കറങ്ങി വരും. കറക്കത്തോട് കറക്കം. മനോജ് പുതിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താ? ഇല്ല. ഇൻസ്റ്റാ കിലോ എന്ന്. എന്താ അത്? ഇൻസ്റ്റാഗ്രാം എന്നല്ലേ ഇപ്പൊ തുടങ്ങിയേക്കണം. ഇത് എഴുതി പഠിച്ചു കൊടുത്തിട്ടുള്ളതാ. ഇത് സ്പോട്ടിൽ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി അവിടെ കൊണ്ട് ഇരുത്തിയെന്തിനാന്ന് ഈ പുള്ളിനെ? ഇവിടെ ശല്യം കാരണം കൊണ്ടാണ്. ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ ഈ കോമഡി. വർഷത്തിൽ ഒരു എപ്പിസോഡാക്കി മാറ്റുന്നുണ്ട്. അപ്പോ നമ്മളിത് തുടങ്ങുകയാണ്. വി ആർ ബാക്ക്. ഇന്നത്തെ ഉത്സവമായിട്ട് മേനക ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. മേനക ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നിവിടെ നിൽക്കുന്നവരെല്ലാവരും എന്തോ അതായത് ഇതാരാ? അത് ചോദിച്ചാ പോയി. പക്ഷെ ഇത് പിൻവടിമാലിയല്ല, ഇത് വേറെ ആളായിട്ടാണ് പുള്ളി സംബോധന ചെയ്യുന്നത്. ഒരു സിനിമാ നടനെ കാണിക്കാൻ വേണ്ടി ആ ലുക്കിൽ വന്നിരിക്കുക പുള്ളി. ആണോ? ചേച്ചിയുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇതാരാ? ലാലേട്ടനാ? ശരി, അപ്പോ നമ്മൾ തുടങ്ങുകയാണ്. അത് പറ്റില്ല, അപ്പുറത്തെ പറയണം. എന്താ? എനിക്ക് ആരും എന്താ ക്യാരക്ടർ ചെയ്യുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി സെയിം പിക്സ്. എനിക്കും മനസ്സിലായിട്ടില്ല. 3 മണിക്കൂർ മേക്കപ്പ് ഇട്ട ഓരോ നടനെ നടിയൊക്കെയാന്നാ പറഞ്ഞേ. ശരി, അപ്പൊ സ്റ്റാർ മാജിക് ഉത്സവം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേനക ചേച്ചിയെ ഇനിതാ നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക്. അതിനു മുമ്പായിട്ട് മേനക ചേച്ചി പാട്ട് പാടി നമ്മൾ ഈ ഫ്ലോറിൽ കേട്ടിട്ടില്ല. ഞാൻ പാട്ടൊന്നും പിന്നെ തെറ്റ്. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ഞിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തോട്ടപ്പോൾ നീ എൻ കരിമ്പിന്റെ കുഞ്ഞാണ് കണ്ടതയ്യ, ചക്കര കുഞ്ഞാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, നെല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അയ്യോ എന്റെ പോരുന്നോ എന്റെ ഗ്രൂപ്പിലേക്ക്? നമ്മുടെ ഫ്ലോറിലും കല്ലുണ്ട്, ആ കല്ലാണ് ഈ നിൽക്കുന്നത്. മേനക ചേച്ചിയെ പാട്ട് പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ പറഞ്ഞപ്പോഴേക്കും അവിടെ ഒരു നോ ഇല്ല. ശരി, എന്നാ ഞാൻ ട്രൈ ചെയ്യാം. അതാണ് മേനക ചേച്ചിയുടെ ഏറ്റവും വലിയൊരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ഇനി പവർ കൂടുകയാണ് മോനെ പറയാം. അപ്പോ ഇത് സ്റ്റാർ മാജിക് ഉത്സവം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനി കൂടുവാണോ
കിടക്കണമുണ്ടത്തി പരലിന്റെ കണ്ണ് ജല ജലമേ പോട്ടെ പാടം പൂത്തകരിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്നേ താനകർ 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 താതിണ്ടോ. ഉത്സവം ദാ ഇവിടെ തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്സവത്തില് നമ്മുടെ വന്നിട്ടുള്ള സെലിബ്രിറ്റി ഗസ്റ്റ്, ഉത്സവം കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഗസ്റ്റിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരാളുടെ പെർഫോമൻസിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ആരാണാവോ അത്? അപ്പോഴേക്ക് ഇവിടെ കത്തിയല്ലേ മിസ്റ്റർ പണന്തോട്ടം? ചേച്ചിയുടെ കൂടുതൽ ഡാൻസല്ലേ ഇപ്പൊ കണ്ടത്? ഇനി ഒറ്റയ്ക്ക് പുള്ളി ഒരാളായിട്ടാണ് 3 മണിക്കൂറായിട്ട് ഈ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്. അതാരാണെന്നും എന്താ പെർഫോമൻസ് നടത്തും ചേച്ചിക്ക് ഇത് കാണുമ്പോ മനസ്സിലായി. ഞാൻ സത്യസന്ധമായിട്ട് പറയും കേട്ടാ. ചേച്ചി ചോദിച്ചാൽ ആരാന്ന്, ആരായിട്ട് അഭിനയിക്കുന്നു അത് കറക്റ്റ് ആയിട്ട് ചെയ്താലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മതി, അത് മതി. ചോദ്യപേപ്പർ ആരും ഉത്തരം ചോർത്തരുത് കേട്ടാ. ഞാനും ഇവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ശരി, അപ്പൊ വി ആർ സ്റ്റാർട്ടിംഗ്. ഇത് സ്റ്റാർ മാജിക് ഉത്സവം. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്ങപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. വന്നാൽ കർമ്മനലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. പടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി കുറിയാടരുതേ. പുല്ല് തിന്ന് പല്ല് പോയൊരു പുലിയാണു നീ തിന്നക തിന്നക. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്ങപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. ഒട്ടുവച്ചൊരാട്ടക്കാരി, ഒട്ടകം പോലെ ഓട്ടക്കാരി, കണ്ടൊടിഞ്ഞ കണ്ട മുണ്ടി വായാടി. ഉശിരിട്ടു കളിച്ച കശക്കി ഞാനെറിയും തിരുമല മുരുക, വെലുകടം തരണം ചെടുപുടു ചാമുണ്ടിയേ നിനക്കിന്നും മരണം. ഇവനോടിനി കുറിയാടരുതേ. പുല്ല് തിന്നു പല്ല് പോയൊരു പുലിയാണു നീ തിന്നക തിന്നക. മോനെ എന്താ ഇതെന്തത്? രുക്മിണിയുടെ അരഞ്ഞാണം. ഈ സ്കിറ്റ് ഇവിടെ 150 പ്രാവശ്യം കളിച്ച ഈ സാധനം, അത് കഴിഞ്ഞിട്ടുള്ളത് നീ കളിച്ചാൽ മതി. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഭയങ്കര മോശമായി പോയിട്ടോ. ആരാ? രുക്മിണിയുടെ ഈ അരഞ്ഞാണിങ്ങനെ മൈപ്പിയിലേക്ക് വെച്ച് വലിച്ചു വിരിയിരിക്കുന്ന സീൻ ഉള്ളതുകൊണ്ട് ഈ വേഷം ഞാൻ ഏറ്റെടുത്തത്. അത് നീ ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് റൈറ്റർമാർ എന്നെ പറഞ്ഞു വിട്ടതാ. പക്ഷേ ചേട്ടൻ പെട്ടെന്ന് നോക്കോ, ചേട്ടനായിരിക്കും കളർന്നു വിചാരിക്കും ആൾക്കാർ. അത് ശരിയാ ശരിയാ. ബാധവ കട്ടതൊന്നും എങ്ങനാ ബാധവ കട്ടതൊന്നും. 1 മിനിറ്റ്. മാധവൻ കട്ടതൊന്നും. ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ലെന്നല്ലേ? അതങ്ങനെ മനസ്സിലായി. ഞാൻ ഈ സ്കിറ്റ് 5 പ്രാവശ്യം കളിച്ചതാ. ദിഗക്കൊരു കാര്യം അറിയാവോ? അത് ഞാനറിഞ്ഞു, അത് പറയട്ടെ. നീയാണോ പറയട്ടെ?
ഈ സ്കിറ്റക്കാര് പൊടിച്ച സാധനം തിരിച്ചു വന്നല്ലോടേ. അടുമാലിന്റെ സൗണ്ട് പോലെ. ഈ സ്കിറ്റക്കാര് പൊളിച്ച കൊടുത്തരി എല്ലാ കാര്യം ഉണ്ടായിരുന്നു. രുക്മിണി വലിക്കാൻ കൊടുത്തേ. ആ രുക്മിണി എല്ലാം അങ്ങ് വലിപ്പിക്കുകയാണല്ലോ എല്ലാരും. ഈ സ്കിറ്റ് എങ്ങാനും പൊളിഞ്ഞ പിന്നെ നീ ഫ്ലോർ വിട്ട് പുറത്തേക്ക് പോകൂല കേട്ടോ രണ്ടാളും. അറിയാവോ നിങ്ങൾക്കറിയാവോ ബാധവനെങ്ങനെ കള്ളനായെന്ന്? കട്ടട്ട് അല്ലാതെ എങ്ങനെ കള്ളാവണം? ബാധവനെങ്ങനെ കള്ളനായെന്ന് അറിയാവോ? ഇല്ല 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 ഞാൻ മാധവൻ കള്ളനായ കഥ കേൾക്കാൻ പോവും ഞങ്ങള്. എല്ലാരും ശാന്തരാകുവിൻ. ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. പുതിയ കഥ മുണ്ടഴിച്ചിട്ട് നന്നായി. ബാധവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അരിക്കൊമ്പ് ഇരിക്കല്ലേ? ചെറിയൊരു വിഷയം. ഇരുന്നാ പിന്നെ നീ മോട്ടിച്ചോണ്ട് ഓടുമ്പോ പിടിക്കാൻ പറ്റില്ല. ഓടി ചേച്ചി ഒന്ന് വിട്ടാരി ഇവിടെ കളിച്ചു കയറ്റ. ബാധവ കളിക്കുന്ന സ്കിറ്റൊക്കെ പൊളികളെ എങ്ങനെയാണെന്നറിയോ? അങ്ങനത്തെ കുറെ വാഴകൾ വന്നിരുന്ന് എന്നെക്കെട്ട് കൗണ്ടർ അടിച്ച് അങ്ങനെയാണ് ബാധവന്റെ സ്കിറ്റ് പൊളിയുള്ളത്. ഇവിടെ രണ്ട് ആത്മാക്കൾ നിന്ന് പുകയുന്നത് നിങ്ങൾക്കറിയാവോ? ഇവർക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി. പക്ഷെ ബാധവ കളിച്ച് തോറ്റ സ്കിറ്റുകൾ ഒന്നും എഡിറ്റിംഗ് ടേബിൾ വിട്ട് പുറത്തു പോയിട്ടില്ല. ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ പറയട്ടാ. ഞാനും പോലെ ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞ. ഹലോ ഹലോ, ഞാൻ എസ് ഐ ഈപ്പൻ പാപ്പച്ചി. പറ സാറേ. നിന്റെ പേര് പറയടാ. ഫ്ലവേഴ്സിൽ എഡിറ്റർ. വട്ടപ്പേര് പറയടാ. കണ്ണാപ്പി എഡിറ്റർ. നാളെ വരുമ്പോ ഈ സ്കിറ്റ് ഇവിടെ കാണരുത്. എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വരണം. ഓക്കെ സാർ. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ക്ലൈമാക്സ് ഈ സ്കിറ്റിൽ മാത്രമേ ഉള്ളേ. നിങ്ങൾക്ക് സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? പറയൂ പറയൂ എന്താ പറയൂ സംസാരിക്കാൻ പറ്റുന്നില്ല. വേണ്ട പോടെ നീ തന്നെ വെച്ചോ. എന്താ പറയേണ്ടത്? ഞാന് മുഖത്ത് നോക്കി പറഞ്ഞോളൂ. ഇവരുടെ മീശ മാധവന്റെ മീശ കണ്ടില്ല ഞാൻ. ഓക്കെ. പിന്നെ അംഗീത അടിച്ചു പൊളിച്ച്. അപ്പൊ മീശമാധവെന്നും പറഞ്ഞ് ഇതിനെയാണോ നോക്കിയത് മീശ കാണാണ്ടിരിക്കാൻ? നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാൻ അവളെ നോക്കിയത്. പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അംഗീത പറയാതിരിക്കാൻ പറ്റില്ല. കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻ എന്തു ഭംഗിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടു കേട്ടെ. എന്നെ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇവിടെ പിടിക്ക് അവിടെ പിടിക്കുന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ കണ്ടു. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കത് മനസ്സിലായി. അതന്നെ സുമേഷിന്റെ കൂടെ ഞാൻ ആടി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്കത് മനസ്സിലായി. പിന്നെ മീശ മാധവന്റെ അടുത്ത് എന്തോ ചോദിക്കണം. ഇവിടെ ഒരു സ്കിറ്റ് നടന്നു എന്ന് പറഞ്ഞു. അത് കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. അല്ല ഇത് ചേച്ചി ഇപ്പൊ കണ്ട് നന്നായി ടെലികാസ്റ്റ് ഉണ്ടാവില്ല. കാരണം എഡിറ്ററിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാൻ. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. അല്ല സ്കിറ്റ് തന്നെ അല്ലേ? അത് സ്കിറ്റാണ് അതിന്റെ പേര്. ശരി, ഇങ്ങനെയും സ്കിറ്റുകൾ ഉണ്ടാക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇവിടം വരെയൊക്കെ എത്തി. എന്തായാലും നനഞ്ഞിരിക്കുക. നീ കുളിച്ചു കയറാം. ഇനി നമുക്ക് അശോകൻ ചേട്ടനെ കൂടെ കാണിച്ചിട്ട് ക്ലൈമാക്സ് ആവാം. ഞാൻ പറയണമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിയാ, സുമേഷ് നടക്കുമ്പോഴും ചിരിക്കുമ്പോഴും പിന്നെ വർത്തമാനം പറയുമ്പോഴും എനിക്ക് അശോകനെ ഒരുപാട് അത് കാണണം. അതെ, ഈ പാട്ട് ഒന്നും കൂടി ഇടാം. അശോകൻ ചേട്ടനും ഞാൻ അശോകനെ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം. അശോകൻ ചേട്ടനും കാവ്യയും കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും നോക്കാം. അതന്നെ കറക്റ്റ്. മകളെ ഒടിയന്റെ കരളെ ഉടയവൻ ഇവനോടിനി കുരിയാടരുതേ. പുലത്തിന്ന് പല പോയൊരു പുലിയാണു നീ തിന്നക സൂപ്പർ. നൈസ് അല്ലേ ചേച്ചി? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അടിച്ച് പൊളിച്ച്. സുമയുടെ ഉള്ളിൽ ടെൻഷൻ എന്താ അറിയോ? ലൈക്ക് അശോകൻ ചേട്ടന് സുമയും കൂടെ ഇപ്പൊ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇതും കണ്ട അശോകൻ ചേട്ടൻ എന്താ വിചാരിക്കുന്ന? അല്ല, അശോകന് സുമേഷിന്റെ അടുത്ത് അങ്ങനെ അശോകനെ പോലത്തെ ഒരു മാനറിസംസ് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായ? മനസ്സിലായ അവനെ പടത്തിൽ അഭിനയിപ്പിക്കോ? അല്ല, രസമായിട്ട് ചെയ്തുട്ടോ. ഇത് ഒരിക്കലും ലൈക്ക് കളിയാക്കലോ അങ്ങനെ ഒന്നുമല്ല. നന്നായിരുന്നു. അശോകനും കാവ്യ മാധവനും അടിച്ചു പൊളിച്ചു. അപ്പൊ ദിലീപ് മുങ്ങിപ്പോയി. ബാക്ക് ടു മീശ മാധവൻ. നമ്മള് ദിലീപ് ഏട്ടനിലേക്ക് വരികയാണ്. ലൈക്ക് നന്നായിട്ട് ചെയ്തു. ആൻഡ് അങ്കിതയും അടിപൊളിയായിട്ട് ചെയ്തു. സുമ സ്ത്രീ വിരോധിയാണോ? എന്താണ്? അല്ലെ, ഗേൾസ് വരുമ്പോ സുമയ്ക്ക് ഒരു പകപ്പ് വരുന്നുണ്ട്. ആരാ ഈ പറഞ്ഞുണ്ടാക്കണത്? അങ്ങനല്ല, ഞാനിപ്പോ ഒരു ക്യാരക്ടർ ചെയ്യാണ്, ഇങ്ങനെ ഒരു റൊമാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാല് നമ്മുടെ ക്യാരക്ടർ അല്ലേ, ഒരു തമാശയുള്ള, നമ്മളെ തമാശ നിറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ലേ അവര്. ഞാൻ ശരി, ഓക്കെ. അപ്പൊ ഗുഡ് ജോബ് രണ്ടുപേർക്കും. പിന്നെ ഇവര് പെർഫോം ചെയ്തപ്പോ കളിയാക്കിയവരോട് പറയാനുള്ളത്, പണി വരുന്നുണ്ടവർ അച്ഛാ. ഈ ബിനുടിമാലി എന്ന് പറയുമ്പോ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് അല്ല, പേര് കേൾക്കുമ്പോ ഒന്ന് ബിനുചേട്ടന് അടി കിട്ടണ കാര്യം, രണ്ട് ബിനുചേട്ടന്റെ മാനയാണ് നമുക്ക് ഓർമ്മ വരിക. ബിനുചേട്ടൻ ഒരുപാട് തവണ പാടി അടിപൊളിയാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് പാടി മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് മാൻ വീട്ടിലുണ്ടോ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയ്യേ, അങ്ങനെ കേൾക്കുമ്പോ എന്താ പോലെ അല്ലേ? എങ്ങനെ ബിനുചേട്ടന്റെ മാനയെന്നുള്ള മ്യൂസിക് വേർഷൻ, സിംഗിങ് വേർഷൻ അല്ലാതെ ഇവിടെ ഒരു പെർഫോമൻസിലേക്ക് നമ്മൾ പോവാണ്. കുറച്ചു നേരത്തേക്ക് ബിനുടിമാലിയെ നമ്മൾ മോഹൻലാലായി റീപ്ലേസ് ചെയ്യാണ്. നമ്മുടെ ലാലേട്ടൻ ഓൺ സ്റ്റേജ്. ഈ മാനെ സിനിമയില് ലാലേട്ടനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ പ്രേംകുമാറിനെയാണ് കാണാൻ പോകുന്നത്. എല്ലാവരും ക്ഷമിക്കുക. ഇതിനാണ് ഈ മാക്സ് ഇട്ട് വന്നേ അല്ലേ? മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരി മാനേ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനേ, കുറുമ്പിന്റെ കൊമ്പ് കുലുക്കുന്ന ചോല പെൺമാനേ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ, എല്ലിലും കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ. കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ, പിടിച്ചുകെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ, അകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും അകത്തമ്മ ചമഞ്ഞാലും പരിഭവം ചൊരിഞ്ഞാലും നോക്കി നിൽക്കാൻ എന്തു രസം നിന്നഴകേ. മാ
ഈ പാട്ടിനകത്ത് കുറെ നേരമായിട്ട് ഈ പാട്ടിനകത്തോ? മാൻ എന്ന് പറയണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ പറയാറുണ്ട്, സ്ഥിരം അങ്ങനെ പറയാറുണ്ട്. അത് ഈ മാൻ എന്ന് പറയുന്നത് കസ്തൂരിമാനാണോ പേടമാനാണോ എന്ത് മാനാണത്? കലമാനാണോ? അല്ല, ഞാൻ ഇത് ഈ മാനൊന്നുമല്ല, ഞാൻ ലൈൻമാനെ ഉദ്ദേശിച്ചത്. ലൈൻമാന്റെ പേര് സുലൈമാൻ. അഷ്റഫ് കോടപ്പുറം. ഞാൻ എങ്ങനെ നിന്റെ അമ്മാവനാവണേ? എന്നെക്കാൾ മൂത്തല്ലേ നീ? എല്ലാം എന്റെ പെങ്ങളുടെ പിള്ളേരാ. ഞാൻ ചോദിക്കട്ടെ, എല്ലാം തല തെറിച്ച പിഴകളാ. എന്ത് ചെയ്യാൻ പറ്റും? അമ്മാവന്റെ മാനം കളയാനായിട്ട് ഓരോരുത്തന്മാരും ഇങ്ങനെ ഇറങ്ങിക്കോളും. ചേട്ടനെ കഥാപാത്രം വിട്ടുപോയിട്ടേ ചേട്ടൻ ഈ പറഞ്ഞ പോലെ പാട്ടിന്റെ അല്ല, ഇടയ്ക്ക് പിടിക്കുന്ന കൊട്ടയായിട്ട് നടന്നല്ലോ. ആ കോട്ടയിൽ നിന്നെപ്പോലുള്ള ഊത്ത മീനുകളെ ഞാൻ കയറ്റും. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞ എന്താ ഞാനൊരു എഴുത്തുകാരനടവേ. എന്തെടുത്ത്? കണ്ണെഴുതും, ഈ ചുമരയിലൊക്കെ എഴുതും. ഇവന്റെ ഒരാളെ കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ നോവലിസ്റ്റ് ആണ്. നോവലിസ്റ്റ് എന്ന് പറഞ്ഞാ നോ വയലിനിസ്റ്റ്. എനിക്ക് വയലിൻ വായിക്കാൻ അറിയാൻ പാടില്ലെന്ന്. ഞങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞാണ്. ഇമാര് വിലയിരുത്താൻ വന്ന കേട്ടോ. ഒരു വിലയില്ലാതെ ഇമാരെ ഇവിടെ ഇരുത്തിയേക്കണത്. ചേട്ടാ, അവന്മാരാണ് എനിക്ക് വിലയിരുത്തണം. എന്ത് ഷിയാസ് എന്ന പ്രശ്നം. ഞാനൊരു കൗണ്ടർ പറയട്ടെ. ചേട്ടാ, ഇത്ര നേരം ഒന്നും സംസാരിക്കണല്ലോ. നിങ്ങളുടെ പേരെന്താന്ന് ആദ്യം പറ. എന്റെ പേര് സാഗർ ഏലിയാസ് ജാക്കി. ചേട്ടാ എന്താ പറയണേ? അല്ല, നീ സാഗർ എന്ന മിത്രത്തെ അറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ചേട്ടൻ മാറി. ഞാനിത് എങ്ങോട്ടായി പോണേ? ചേട്ടൻ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ചേട്ടൻ ആരാ? ഞാൻ ആരടി? ചേട്ടൻ അറിയില്ലേ? ഇല്ല. ചേട്ടൻ പ്രശസ്ത നോവലിസ്റ്റ് ആണ്, സാഗർ കോട്ടപ്പുറം. സാഗർ കോട്ടപ്പുറം. ഇപ്പൊ സാഗർ കോട്ടപ്പുറം, ഇറ്റ് കഴിയുമ്പോ സാഗർ കട്ടപ്പുറത്ത്. ശരി കേട്ടോ. ഒരു നമ്മളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ലെന്നേ. സമയം ഇത്രയായില്ലേ? നമ്മുടെ ഈ സ്കിറ്റിന്റെ ഈ ക്ലൈമാക്സ് ഒന്ന് പറയായിരുന്നു. കിറ്റിന്റെ ക്ലൈമാക്സ് അതൊന്നും പേടിക്കണ്ട. നമുക്ക് ചോദിച്ചു ചേട്ടാ. അയ്യോ, ഇതാടല്ലേ? ചേട്ടന്റെ ഡാൻസ് കണ്ട റബ്ബർ കാട്ടിലൊന്ന് തല തല്ലി ചത്തത്. ആടിന്റെ തലയിൽ എന്തോ കൊമ്പ് വെച്ചിരിക്കുന്നു. പിന്നെ റബ്ബർ മരത്തിലേക്ക് തല അടിച്ചപ്പോ കൊമ്പ് കൊണ്ടുവരും. അല്ല, ഇത് മാനല്ല ചേച്ചി, ഇത് വിറവും കൊണ്ടുപോണ ആട്. ഈ ആടിന്റെ അച്ഛൻ മാനാണോടാ? അല്ല, എനിക്ക് അപ്പ ഇതാണ് മാനാട്. സമ്മാനം കിട്ടിയില്ല. സമ്മാനം കിട്ടി. ഇവിടെ വേറെ ആർക്കെങ്കിലും സമ്മാനം കിട്ടിയോ? എനിക്കല്ലേ കിട്ടിയ ലക്ഷ്മി? വയ്യാത്താളല്ലേ? ആ, അതിന്റെ ഈ വണ്ടി ഇതിന്റെ ആടിന്റെ സ്റ്റാൻഡ് പോയിരിക്കും. അപ്പോ ഞങ്ങൾ ഇവിടെ കോപ്പിറൈറ്റും പേറ്റന്റും കൊടുത്തിട്ടുള്ള ഏക സോങ് മാനയുടെ ദൃശ്യാവിഷ്കാരം. അതാണ് രണ്ടുപേരുടെ പെർഫോമൻസിലൂടെ നമ്മൾ കണ്ടത്. നമ്മുടെ ബിനുചേട്ടന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഐഷുവിന്റെയും. മേനക ചേച്ചി കുലുക്കി ചിരിക്കണ്ടായിരുന്നല്ലോ. അവിടെ സീറ്റ് കംപ്ലൈന്റ് ആണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു ടൈമിംഗ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും. എനിക്കൊരു ലൈവ്ലി ആയിരുന്നു കേട്ടോ. ലാലേട്ടനെ ഞാൻ മറന്നുപോയി സത്യമായിട്ട്. മറക്കാതിരിക്കും എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. ബിനു അടിമാലിയെ ഞാൻ കണ്ടത്. നന്നായിരിക്കുന്നു. ശരി, ഇഷ്ടമായിരുന്നു കേട്ടോ. നന്നായിരുന്നു. എനിക്ക് പറയാം. ഒരു ചായയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ലൈക് നന്ദിനി അല്ലേ? അതേപോലെ നമ്മുടെ മേക്കപ്പ് ടീം കൊണ്ടുവന്നിട്ടുണ്ട്, മേക്കപ്പ് ഒക്കെ ചെയ്ത്. ഈ ഇടയ്ക്കിടയ്ക്ക് അമ്മാവാന്ന് പറയുന്നത് പ്രേംകുമാർ ചേട്ടനെ കണ്ട പ്രേംകുമാറിന്റെ ചായയില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അമ്മാവാന്ന്. എന്ത് കാണിച്ചാലും അത് ആര് പറയുന്ന അമ്മാവാന്ന്? ബിനീഷാണോ? ബിനീഷാണോ പറയുന്നത്? ഒന്ന് കാണിച്ചു കൊടുക്കും അമ്മാവാന്ന്. സൈലൻസ്. ആ, വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തള്ളി ചേർത്തിട്ട് ഇന്ന് 5 വർഷം തികയാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ ഓരോ ഉതളങ്ങ. അല്ല, ലക്ഷ്മി അവിടെ മാറിയെന്ന് നന്നായിട്ടോ. പ്രേംകുമാർ കളിച്ചിട്ട് ഒരു ആങ്കറുടെ കണ്ണ് കളഞ്ഞതാ. നന്നായി. ഓക്കെ. അതെ, സതീഷ് മാസ്റ്റർ നമ്മുടെ കൊറിയോഗ്രാഫർ. സാധാരണ നമുക്ക് ഡാൻസ് കളിക്കാൻ പേടിയുള്ളവർക്ക് ടഫ് സ്റ്റെപ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സിനിമയിലെ പോലെ തന്നെ ഭയങ്കര രസമുള്ള വിഷ്വൽസ് ആഡ് ചെയ്യണ പോലെയാണ് പുള്ളിയുടെ കൊറിയോഗ്രാഫി. സതീഷ് മാസ്റ്റർ ഒന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ പ്ലീസ്? സതീഷ് മാസ്റ്ററിനെ ആക്ച്വലി എന്തിനാ വിളിപ്പിച്ചെന്നറിയോ?
വഴക്ക് പറയാനല്ലേ? നമ്മൾ ഈ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കാന്നൊക്കെ പറയില്ലേ, സമാധാനത്തിനും സന്തോഷത്തിനുള്ള അവാർഡ് കൊടുക്കാന്ന് പറയില്ലേ, ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അവാർഡ് കൊടുക്കാന്ന് പറയില്ലേ, ഇതെല്ലാം കൂടെ ഒറ്റ ഒരാൾക്ക് ഈ വേദിയിലെ. കാരണം ഡാൻസ് ഞങ്ങൾക്ക് ഇപ്പോൾ 1-2 ആൾക്കാർ മാത്രമേ ഇവിടെ ട്രെയിൻ ഡാൻസേഴ്സ് ഉള്ളൂ. ബാക്കി എല്ലാവരെയും നല്ല കിടുക്കൻ കൊറിയോഗ്രാഫിയിലൂടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ ഡാൻസ് ചെയ്യിപ്പിച്ച് കോൺഫിഡന്റ് ആക്കിയിട്ടാണ് മാസ്റ്ററി ഫ്ലോറിലേക്ക് ഇറക്കുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചേട്ടന്മാരുടെ കൂടെയും ഞങ്ങളുടെയും കൂടെയുള്ള ഈ യാത്ര? എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഇവര് പുലിക്കുട്ടന്മാരും പുലിക്കുട്ടികളും പോലെ വളരെ കുറവ് സമയം കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്ത് പഠിച്ചുകൂടെ അവതരിപ്പിക്കണം. കുറെയൊക്കെ കയ്യിൽ നിന്ന് തന്നെ വരും. മറന്നു. ട്രെയിൻഡ് അല്ലാത്തവരെ ശരിയാക്കി എടുത്തു എന്നുള്ളത് കറക്റ്റാണ്. ഇനി എനിക്ക് ബിനീഷിനെയും കൂടെ ഇതുപോലെ ഒരു ഡാൻസ് പഠിപ്പിച്ചെടുക്കാം. എന്റെ പേരൊക്കെ ചേച്ചി ഇതേ ബിനീഷ് ഡാൻസ് വരുന്നുണ്ട്. അല്ല, ബിനീഷിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഡാൻസ്. ബിനീഷ് ബാസിന്റെ ഡാൻസ് കാണുന്നതും പറ്റി. ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഒരു ബലൂൺ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. മാസ്റ്ററിൽ ഒരു മാസം ഉണ്ട്. മാസാണ് മാസ്റ്റർ. അവിടെ മാസ്ക് ആവാണ്ട് മാറിക്കിടവേ. അപ്പൊ ഒരു കാര്യം അല്ല, ഇതിലൊരു ഡാൻസേഴ്സും വളരെ നന്നായിരുന്നു കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അത് പറയാൻ വേണ്ടി പോണേ. ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡാൻസേഴ്സിനും പ്രധാന പങ്കുണ്ട് കേട്ടോ. കട്ടൊക്കെ നിൽക്കും നമ്മുടെ ഒപ്പം. എല്ലാവരും കട്ടൊക്കെ വാ. इसी का दीवाना तो झूमो तो नाचो और मेरे साथ नाचो गाओ I am a disco dancer hey I am a disco dancer. ലക്ഷ്മി, ഒരു സംശയം. ലക്ഷ്മി, നിന്നോട് എന്താ സുമേ ഒരു സംശയം? ആ റെസ്റ്റോറന്റ് മുന്നേ കൈപ്പൊക്കിയതുപോലെ അങ്ങ് പൊക്കി നിന്നപ്പോഴേക്ക് പാട്ട് തീർന്നു. സുമേഷ് ശരി, അപ്പൊ എന്തായാലും മാസ്റ്ററിനും മാസ്റ്ററുടെ എൻറ്റയർ ടീമിനും ശരിക്കും ഇവിടെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇവന്റിൽ ഒരു ഡാൻസ് ചെയ്താൽ മതി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, കാലത്ത് മുതൽ വൈകിട്ട് വരെ എല്ലാവരുടെ കൂടെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു മാസ്റ്റർ. I am a disco dancer. I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना मैं इसी का दीवाना तो झूमो तो नाचो और मेरे साथ नाचो गाओ I am a disco dancer hey I am a disco dancer. ശരി, ഓക്കെ, അപ്പൊ ഗുഡ് ജോബ്. മേനെ ചേച്ചി, നമ്മളിപ്പോ മാനയുടെ ഡാൻസ് വേർഷൻ കണ്ടു. പക്ഷേ ബിനുചേട്ടന്റെ മാന എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഈ ലോകത്തിൽ ആകെയുള്ള ഒരാള് ചേച്ചി മാത്രമായിരിക്കും. ചേച്ചി എന്നാ പിന്നെ ചേച്ചിയും ചേട്ടൻ കൊണ്ട് മാറി എന്ന് പാടിയാ പോരത്. മേനെ ചേച്ചിക്ക് വേണ്ടിട്ട് നമ്മുടെ മാന അവനൊക്കെ ഇങ്ങനെയൊക്കെ പറയും. 124 മാനേ മെരുക്കിയാൽ മെരുങ്ങാത്ത കത്തൂരേ മാനേ ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ ഇല്ലിളം കാറ്റിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ മലരമ്മൻ വളർത്തുന്ന കനിമാനേ മെരുക്കിയ മേരുങ്ങാത്ത കത്തൂരി മാനേ ഇണക്കിയലിണങ്ങാത്ത മായ പൊന്മാനേ കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോള പെൺമാനേ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ ഇല്ലിളം കാറ്റിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ കൊതിച്ചു പോയി
കണ്ടു കണ്ടു കൊതിച്ചു പോയി വാദ്യങ്ങൾ നെഞ്ചിലേറ്റി നീതലോട് സ്വർണ്ണമാന് കടവത്ത് കണ്ടാലോ നീ തണ്ടുലഞ്ഞ ചെന്താമര കടവത്ത് കണ്ടാലോ നീ തണ്ടുലഞ്ഞ ചെന്താമര തേനുറയും ചെമ്പനി നീർ പൂവഴക് മാനെ 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 മലരമ്പൻ വളർത്തുന്ന കന്നിമാനെ മെരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരി മാനെ ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനെ കുറുമ്പിന്റെ കൊമ്പ് കുലുക്കുന്ന ചോള പെൺമാനെ തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനെ ഇല്ലിളം കാറ്റിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനെ മാനെ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, ഈ കള്ളുകുടീനെ പറഞ്ഞു ഞാൻ ആ പഞ്ച് കളഞ്ഞു. ചേട്ടാ ഇത്ര നേരം പാടിക്കൊണ്ടിരുന്നതിൽ ഇത്രയും നാള് പാടിയിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ കുറെ വന്നു. മേടിച്ച് വരച്ചിട്ടാണോ അത്? അയ്യോ എന്തൊരു സുഖം, എന്തൊരു ഭംഗിയാണ്. ഞാന് വാക്കുകളേ അല്ല പറ, ഇങ്ങനെ നോക്കിയിരിക്കുക. അത്ര രസമായിരുന്നു അറിയാമോ. ചേട്ടന് ഇപ്പൊ ഞങ്ങള് ബാക്കിയുള്ളൊക്കെ കൂട്ടായ്മയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പാടിയതുകൊണ്ടാ നന്നായി സുമേഷിനെ കൂട്ടാത്തത്. അത് ഈ ഫ്ലോറിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ഒരു പ്രത്യേക ഒരു നമ്മളെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബ് കിട്ടുമെന്ന് പറയില്ലേ. ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. സൂപ്പർ, അടിപൊളി, സന്തോഷം കുഞ്ഞെ. സൂപ്പർ. നന്ദിനി, ഒരു വലിയ കൈഡി കൊടുക്കണം. ഈ മിണ്ടാപ്പൂച്ച കലൊടയ്ക്കും എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു മിണ്ടാപ്പൂച്ച ഇവിടെ വന്നിട്ട് കലൊടയ്ക്കാൻ പോവാ. കൂടെ ആനയും മേക്കണ ഒരു പാപ്പാനും കൂടി ഉണ്ട്. ഇത്ര പറഞ്ഞപ്പോ സോങ് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ പെർഫോം ചെയ്യാൻ പോണത് നമ്മുടെ മാർക്കോസ് അച്ചിലങ്ക. പൂച്ച 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 പെണ്ണെ പുലിയാണു ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ, കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ. കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ, നിന്റെ എല്ലൂരും കില്ലാടി ഞാൻ. പൂച്ച 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 പെണ്ണെ പുലിയാണു ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ, കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ. കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ, നിന്റെ എല്ലൂരും കില്ലാടി ഞാൻ. ചെന്താമര സുന്ദരിനി കനകാംബര കാപ്പിരിനി ചിമ്മിനി തുമ്പി പെൺതുമ്പി കല്ലട് മുട്ടാതടി മുന്തിരിയെ മുറവാതടി മാക്കിറിയെ മുക്കുപണ്ടത്തിൽ മുങ്ങാതെ ചൊല്ലിട്. തെമ്മാടി നീ അതിൻ തെളിവാണു ഞാൻ, തെമ്മാങ്കം പാടുന്ന തെരക്കുഴി നീ. കോപം വന്നാൽ കോവയ്ക്കയേക്കാൾ വേഷം കെട്ടും വേഷപ്പൂ കാഞ്ഞിരപ്പൂ. മൂളടി പൂച്ച 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 പെണ്ണെ പുലിയാണു ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ, കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ. കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ, നിന്റെ എല്ലൂരും കില്ലാടി ഞാൻ. കല്യാണം ചെയ്തിടും ഞാൻ, നിന്റെ എല്ലൂരും കില്ലാടി ഞാൻ. അല്ലല്ല ഹുല്ലുല്ലു ഹല്ലാഹില്ലി ഹൂ. കല്യാണി
കൊണ്ടുവച്ച ഓക്കെ അല്ലേ? എടാ അത് ക്ലൈമാക്സിൽ ഇടാനുള്ള ആരുടെ അത് ബാക്കി എല്ലാം കൃത്യമായോണ്ട്. എടാ ഈ സ്കിറ്റിന്റെ ആദ്യത്തെ ഡയലോഗ് അവനാണ് ഇപ്പോഴും ഓർത്തിട്ടില്ലേ? ഏത് ഡയലോഗ് അങ്ങോട്ട് അല്ലാണ്ട് ഒരു മ്യൂസിക് കഴിയുമ്പോ വരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴേ വന്ന് പുളുത്തായിട്ടില്ല ഇവിടെ. ആണോ? അതെ, എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ഗസ്റ്റ് ആയിട്ടാണോ? ഗസ്റ്റ് ആയിട്ടല്ല, മീൻകറിയിലിടാനാ. മീൻകറിയിലിടാനാ. ആരെ? നിങ്ങളെ മനസ്സിലായില്ല? അല്ല, പാട്ടിന്റെ ഇടയ്ക്ക് മുഴുവൻ പറഞ്ഞു കേട്ടായിരുന്നു. ഞാൻ പുളിയാണ്, ഞാൻ പുളിയാണ് ഞാൻ. ശരിയാ, ഞാൻ പുളിയെന്നല്ല പറഞ്ഞ പുലിയാണെന്ന്. പുലിയെന്നാ പറഞ്ഞേ. സുഹൃത്തെ, ഞാനൊരു ആന വൈദ്യരാണ്, കൂടാതെ കല്യാണിയുടെ ഭാവി വരനും കൂടിയാണ് കേട്ടോ. അയ്യോ കുട്ടി, ഇത് കുട്ടിയുടെ ഭാവിയാണത്. അല്ല, പക്ഷെ ഇവിടെ നോക്കുമ്പോ ഭൂതമാണ് കേട്ടോ കാണുമ്പോ. എനിക്ക് പക്ഷേ ഇയാളെ ഇഷ്ടമൊന്നുമല്ല. എനിക്കിഷ്ടമല്ല. ഞങ്ങൾക്ക് തോന്നി സംഭവം. ഞാൻ പറഞ്ഞില്ല കല്യാണി, നീ കൂടുതൽ കളിക്കരുത്. നിന്നെ മെരുക്കാൻ എനിക്ക് അറിഞ്ഞൂടത്തുണ്ടല്ലോ കേട്ടോ. ഇവിടെ മെരുക്കും അല്ല നടക്കണം, മെഴുക്കാണ് നടക്കണത്. കഴിഞ്ഞ ആഴ്ച മതമുളകുന്ന ഒരു ആനയെ കൂച്ചുവലം കിട്ടി തറച്ചവനാണ് ഞാൻ. എന്ത് വിലങ്ങ ഇട്ടത്? കൂച്ചുവിലങ്ങ്. നിന്നെ സാധാരണ ഇടുന്ന സാധനം. അതെ, നമ്മൾ ഹണിമൂൺ എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ല, കാരണം അതിനേക്കാ ഭേദം. ഹണിമൂണിന് നമ്മള് ഹരിയാനയില്, അതും എന്റെ സ്വന്തം ആനപ്പുറത്ത്. ഹരിയാനയുടെ പുറത്ത് ഒരു മതയാന പോകും. എന്റെ ആനയ്ക്ക് അന്തസ്സുള്ള പേരുണ്ട്, ജിഷിൻ. ആനയ്ക്ക് അങ്ങനത്തെ ഒരു പേരിട്ട കാര്യം എന്താ? എന്റെ ആന മോഴയാണ്, അതുകൊണ്ട് ഞാൻ ഇഷ്ട പേരാണത്. അങ്ങനെയാണെങ്കിൽ മോഴാന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ ഇവിടുത്തെ പാഴുവാണ് അവൻ. ആണല്ലേ? ഈ പാഴ് കോമഡിക്കും മോഴ കോമഡിക്കും ഒരു കൈയടി കൊടുത്തേക്ക്. അത് ശ്രദ്ധിക്കേണ്ട, അത് എഡിറ്ററുടെ കയ്യിലാണ്. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ചോദിച്ചോളൂ മോളെ. ചേട്ടൻ ആനപ്പാപ്പനല്ല, ആന വൈദ്യനാ. അത് മാത്രമല്ല, ഈ ആനപ്പുറത്തൊക്കെ കയറണമെങ്കിലും ഒരു ധൈര്യമൊക്കെ വേണം. ആര് പറഞ്ഞു എനിക്ക് ധൈര്യമില്ലെന്ന്? ഉണ്ടോ? കഴിഞ്ഞതിന്റെ അങ്ങേയാഴ്ച ജംഗ്ഷനിലൂടെ ഓടി വന്ന ആന കൈ കൊണ്ട് തടഞ്ഞ് 10 മിനിറ്റ് നിർത്തിയ ഞാൻ. എത്ര പേര് കണ്ടു? 100-120 പേര് കണ്ടു. ടൈമർ ഇട്ടാ? നിങ്ങൾ ട്രാഫിക് പോലീസ് ആയിരുന്നോ? ട്രാഫിക് പോലീസ് ആയിട്ടല്ലേ? കൗണ്ടർ കണ്ട് കളഞ്ഞാണ്ട് ഈ മൈക്ക് ഓഫ് ചെയ്യടാ. ഓടി വന്ന ആന കൈ കൊണ്ട് തടഞ്ഞെറിഞ്ഞ 10 മിനിറ്റ് നേരം ആന അവിടെ തന്നെ നിന്നു. ചേട്ടൻ ഈ ചൂണ്ടുമർമ്മൊക്കെ അറിയോ? ചൂണ്ടുമർമ്മൊന്നും ആയിട്ടല്ല. അതെ, ഇവന് ഈ പണിയില്ലാത്ത ടാറിന്റെ പണിയുണ്ട്. ഇങ്ങനെ കാല് നിറച്ച് ഇത്ര ടാറൊക്കെ ആയിട്ടുള്ള ടാറിന്റെ പണിയുണ്ട്. അപ്പൊ ആന ഇങ്ങനെ ഒരു ലോറിയിൽ ഇങ്ങ് വരുവാ. അപ്പൊ വന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ലോറിക്കാരൻ ലോറി നിർത്തി. അതായവൻ പറയണ ആനനെ ചൂണ്ടുമർമ്മ വെച്ച് നിർത്തി. നീ പറഞ്ഞത് ഈ രണ്ടുപേരും പറഞ്ഞല്ലേ എവിടെയാ കൗണ്ടറിനകത്ത്? രണ്ടുപേരും ചേർന്ന് നിന്നപ്പോ സാധനം കളിച്ചല്ലോ. അങ്ങനെ നീ മാത്രം കൗണ്ടറില്ലാത്ത സാധനം പറയണ്ട, ഞങ്ങളും പറയും. അത് വേണല്ലോ. അല്ല, കൗണ്ടർ ഉണ്ടായിരുന്നു, ഒരു 2 മീശ മാധവം മോട്ടിച്ചു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ മോട്ടിച്ചുണ്ടായ കൗണ്ടറിൽ ചേക്ക് വിട്ട് പുറത്തു പോകില്ല. ഇവിടെ കിടന്ന് കറങ്ങും. ഈ സ്കിറ്റ് ചീഞ്ഞാല് എന്റെ ആന എന്നെ ചീത്ത വിളിക്കും. ആണോ? തന്തയ്ക്ക് വിളിക്കും. ആണോ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാനക്ക്. എന്നാ ഒരു കാര്യം ചെയ്യോ, ഇപ്പൊ തന്നെ ഒഴിവായിക്കും. എന്ത്? ആന വന്നിട്ടുണ്ട് തന്തയ്ക്ക് വിളിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, 4:30 വണ്ടിയിൽ ഞാൻ നേരെ ആനപ്പാറയ്ക്ക് വിടുന്നു, പ്രൈവറ്റ് ബസ്സിൽ. അപ്പൊ ഞാനോ? നീയും വരും. ചിഹ്നം വിളിക്കണ്ടോ എന്നൊരു സംശയം. ഇല്ല. അച്ഛനെ വിളിച്ചതായിരിക്കും ചേട്ടാ. അപ്പൊ അച്ഛനാണോ ചിഹ്നം? നീ സമയത്രയും നോക്ക്. സമയം 4:30 വണ്ടിയിൽ ആനപ്പാറയ്ക്ക് പോകാനുള്ളതാണ്. വേഗം ആനപ്പാറ അച്ഛമ്മയുടെ അടുത്ത് സുഖമായിട്ട് ജീവിക്കാം. അവിടെ ആകുമ്പോ കേവലവും ഇല്ല, റേഞ്ചും ഇല്ല, ഈ സ്കിറ്റ് ആരും കാണൂല. അവിടെ ചെന്ന് സുഖമായിട്ട് ജീവിക്കാം. ശരിയാട്ടോ, എന്നാ ശുഭയാത്ര. ശരി. അതെ, ശരിക്കും പറഞ്ഞ ആദ്യം ഒരു കൈഡി കൊടുക്കണം, പിന്നെ കിട്ടുമല്ലോ. ഇത് എന്തിനാന്നറിയോ? ധൈര്യം തകർക്കാൻ നോക്കിയാലും പിടിച്ചു കാണാനാണ് ഞാൻ. ധൈര്യം ഞാൻ സമ്മതിച്ചു. നിന്റെ അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് നോബിച്ചേട്ടന്റെ കൈനൃത്തം നന്നായിരുന്നു. എന്റെ വിസിലിന്റെ സ്കിറ്റ് ഇതിൽ മുങ്ങിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ അച്ഛനുള്ള കൗണ്ടറും ചിഹ്നം വിളിച്ചതും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വേറെ കേസ് ബിനീഷ് ബാസിനും ചിലങ്കാൻ കൂടി ട്രൂപ്പ് തുടങ്ങി, ടൈമിംഗ് ഇല്ലാത്ത ട്രൂപ്പ്. അതിന്റെ മാനേജർ ചേട്ടനാണ്. ഞാനാണ്. ഇവർക്ക് തൊഴിൽ വേണമല്ലോ. അപ്പൊ എനിക്കറിഞ്ഞൂടാ ഞാൻ എന്ത് മുഖം വെച്ചിട്ടാണ് ആ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ സ്കിറ്റിന്റെ അഭിപ്രായം പറയാൻ. ഒന്നുമില്ലെങ്കിൽ എനിക്ക് നാണം വേണ്ടേ? എനിക്ക് നാണമില്ല. സ്കിറ്റായിരുന്നോ? എനിക്കറിഞ്ഞൂടാ എവിടെ തുടങ്ങി എവിടെ തീർന്നു ഒന്നും അറിഞ്ഞൂടാ. സൈഡ് ചുറ്റും നിന്ന് ആക്രമിച്ചിട്ട് ഞങ്ങൾ പിടിച്ച ക്ലൈമാക്സ് വരെ എത്തിച്ചു. അത് ആ ധൈര്യം ആർക്കുണ്ടായിരുന്നു? ക്ലൈമാക്സ് അല്ല, ഇനി ഞങ്ങൾ പോണം.
ചേച്ചി പറയച്ചി കീർത്തിക്ക് ഇപ്പൊ ഏത് പടം ഓ പറഞ്ഞപ്പോ മനസ്സിലാവും. ഞങ്ങളിപ്പോ ഒരു ഫ്ലൈറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തു അപ്പൊ ഞാൻ കണ്ടു കൈയൊക്കെ ആണോ? ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അല്ല ഞാൻ പറയട്ടാ മൈക്ക് എന്തിനാ പിന്നെ സുമേഷ് കഴിഞ്ഞ ജന്മത്തിലെ അമ്മായിമ്മ മരുമോളുമായിരുന്നു. നോബി നന്നായിരുന്നു. നോബി എന്തൊരു സ്റ്റൈലായിരുന്നു. നോബി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പറഞ്ഞ പോലെ സ്റ്റൈലിഷ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കേട്ടോ. രസമായിട്ട് ചെയ്തു രണ്ടുപേരും. ചെലങ്ക ഇപ്പൊ വന്നതിന് ശേഷം ഡാൻസ് ചെയ്ത് തുടങ്ങി. നോബി ചേട്ടൻ ലൈക്ക് മടിയും കുഞ്ചും ആണെങ്കിലും ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിരിക്കും. പേര് സ്റ്റൈൽ ഞാൻ മാറ്റി ഋതിക് റോഷൻ എന്ന് പറഞ്ഞ അത് ഇനി ഇന്നത്തെ ഈവെന്റിലെ ഗെയിമും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഋതിക് റോഷൻ. യഥാർത്ഥത്തിൽ ഇത് എന്റെ ഡാൻസ് അല്ലായിരുന്നു ചേച്ചി. ഇത് വേറെ ആള്, പുള്ളിക്ക് ഡേറ്റ് ഇല്ല. ശശാങ്കന്റെ ഡാൻസ് ആയിരുന്നു ഇത്. പൂച്ചയെ കുറിച്ചുള്ള ഡാൻസ് അവനാണ്. അതുകൊണ്ട് അവനായിരുന്നു. അവൻ ഇല്ലാത്തോണ്ട് ഇന്ന് ഞാൻ കയറേണ്ടി വന്നു. ശരി. അതെ, അവിടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഷോ ഡയറക്ടറൊക്കെ വെയിറ്റ് ചെയ്യാൻ തരാൻ വേഗം 6 മണി കഴിഞ്ഞാൽ അവർക്ക് 3 പേർക്ക് കണ്ണു കണ്ടുകൂടാ. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്ങി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. കാത്തിടുന്നവർ കാലംബമാകും. കാൽവരിയില കണ്ണീര് മായ്ക്കും. കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ ൂരാകെ ഉള്ളാകെ രവാനെ നേരാനെ പട്ടെ പമ്പം തങ്കി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്കി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. അയ്യോ, ചക്കര പെർഫോമൻസ്. നമ്മുടെ സ്റ്റാർ മാജിക് ഉത്സവ് ഒരു കോമഡി ഷോ ആണ്. പക്ഷേ ഇതൊരു ഡാൻസ് റിയാലിറ്റി ഷോ ആണോ എന്ന് വരെ സംശയം തോന്നിപ്പോയി. പൊളിച്ചടക്കി രണ്ടുപേരും. ചേച്ചി നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല പാട്ട് സെലക്ഷൻ, നല്ല സെലക്ഷൻ നന്നായിരുന്നു. ഡാൻസസ് എല്ലാവരും നന്നായിരുന്നു. ദേവി അടിച്ചു പൊളിച്ചു. ഭയങ്കര സ്റ്റൈലായിരുന്നു കേട്ടോ. ഭയങ്കര സ്റ്റൈലായിരുന്നു. അമീൻ ഇത്രയും ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്നുള്ളത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ.
പിന്നെ എനിക്ക് ആ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സൈഡിൽ വന്ന് വീഴുന്നില്ലേ, പണ്ട് രജനികാന്ത് സാർ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ബസ് കണ്ടക്ടർ ആയിരുന്നപ്പം ആ മുടി ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് പല പെണ്ണുങ്ങളും പുറയിൽ പോയി എന്ന് പറഞ്ഞായിരുന്നു. അവസാനം ആ സ്റ്റൈൽ തന്നെയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ ആയത്. സുമേഷ് പ്ലീസ് സ്റ്റോപ്പ് ദേ. അപ്പോൾ നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അല്ല ഇത് ഞാൻ ഇത്ര സ്പീഡിലൊന്നും കളിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പഠിച്ചിട്ടില്ലേ ഡാൻസ്? ഞാൻ അന്ന് ശ്വേത ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്, അതും ഈ റൊമാൻറ്റിക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എനിക്ക് അറിയുള്ളൂ. ഇങ്ങനൊന്നും കാണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ, യു സ്റ്റോപ്പ് ദേർ എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഹലോ, ഞാൻ വരാൻ പറഞ്ഞോ? അല്ല, ഒരു കമ്പനിയുടെ അറിയിപ്പുണ്ട്. വേണ്ട, ഇവിടെ കമ്പനി വേണ്ട, അവർക്ക് ഇഷ്ടംപോലെ കമ്പനി, അങ്ങോട്ട് പോ. എനിക്ക് കമ്പനി വേറെ ഉണ്ട്, എന്നാ അതെല്ലാം പറഞ്ഞ ഞാൻ വേണം. അതെ, മുണ്ട് താഴെ പോ. ഇതിന് നിങ്ങൾ കരയേണ്ടി വരും. മൂന്ന് പേരെ അവിടെ നിന്ന് കരയണേ, നല്ല ഡാൻസ് കണ്ടിട്ട്. മനസ്സിലായോ? ആ 3 പേര് ആരൊക്കെയാ? ആ 3 പേര് ഇവരാണ് കേട്ടോ. നിങ്ങള് ഒന്ന് ഇവിടെ നിൽക്കൂ. അമീൻ, നമുക്ക് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു വെക്കാം. അതിന് മുമ്പായിട്ട് അമീൻ ചേച്ചി പറഞ്ഞ പോലെ ഡാൻസർ ആണെന്നാണ് നമ്മൾ വിശ്വസിച്ചത്. ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോ ഇവിടെ ട്രെയിൻഡ് ഡാൻസർ ആണ്. അതന്നെ, അവരുടെ കൂടെ ചെയ്യാന്ന് പറഞ്ഞാ ചിലപ്പോൾ ചില സ്റ്റെപ്സ് ഒക്കെ മറന്നുപോയി കാണും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ട്രെയിൻഡ് പോലെയാണ് ചെയ്തത് കേട്ടോ. ഇവൻ ട്രെയിനിൽ ഡാൻസ് കളിക്കണം, അതാ ട്രെയിൻഡ് ആയി പോയത്. ഒരു കുഴപ്പമില്ല, അത്ര അടിപൊളിയായിട്ട് കളിച്ചു. യെസ്, ഇത്രയും പെർഫോമൻസ് വന്ന് ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വന്നപ്പോ ഒരാൾക്ക് ഈഗോ അടിച്ചിരിക്കുക. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ആസ്ഥാന ലാലേട്ടന്, ലാലേട്ടൻ എത്തുകയാണ്. കൂടെ ആരാ ഡാൻസ് ചെയ്യണ ലാലേട്ടന്റെ കൂടെ? ശരണ്യ. കവിളിനയിൽ കുങ്കുമമോ, അപ്പൊ കുറെ കിട്ടൂലെന്ന്. ഓക്കെ, സോ കവിളിനയിൽ എന്നുള്ള ആ ഒരു പെർഫോമൻസുമായിട്ട് വരാൻ പോകുന്നത് ലാലേട്ടൻ, അഖിൽ കവലയൂർ ആൻഡ് ശരണ്യ. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണോ? ഓഹോ, കവിളിനൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനളികൾ മധുമുകരും. എങ്ങനെ 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 കവിളിനൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ ഗാഥ. മനസ്സിന്റെ മാലിനി തീരഭൂവി മലരിട്ടു മാകണ്ട ശാഖികളിൽ. മനസ്സിന്റെ മാലിനി തീരഭൂവി മലരിട്ടു മാകണ്ട ശാഖികളിൽ. തളിരിലെന്നും കുയിലുകൾ പാടി കരിവള കൊട്ടി പുഴയതു പാടി വനജോത്സ്ന പൂവിടുന്ന വനികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ? കവിളിനൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനളികൾ മധുമുകരും. അയ്യട, നന്നായിരിക്കുന്നു. ഈ മനുഷ്യന് നാണമില്ല. ഇതെന്തൊരു ശല്യ.
La 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 la. La 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 la. Ding dang da 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 ding dang da 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 ding dang da 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 boom. എടീ ഗാഥേ, ഇപ്പൊ നീ എന്നോട് പറയണം ഐ ലവ് യു എന്ന്. അല്ലെങ്കിൽ ഞാൻ എം ഡിയോട് പറയും, എം ഡി തൂങ്ങും, കമ്പനി പൂട്ടും, നിന്റെ ജോലി പോവും. അയ്യോ ഞാൻ പറയാം. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. തന്നെയല്ലേ പാട്ടിൽ എന്താണ് ഐ ലവ് യു? കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. അമ്മച്ചി ഫ്രഷ് സാധനം. നല്ല റൊമാൻറ്റിക് ആയിട്ട് പറ ഐ ലവ് യു. ഐ ലവ് യു. എന്താണ് ഐ ലവ് യു? എടാ 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 പൊതുശല്യം പോയിരിക്കടാ. എങ്കിലേ നോയിക്കോ എന്നോട് പറ ഐ ലവ് യു എന്ന്. അത് കെട്ടിയതാട്ടോ. ഐ ലവ് യു. അയ്യോ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി ഐ ലവ് യു. ഇങ്ങനെ ഐ ലവ് യു എന്ന് പറയണം. മക്കളെ എണീച്ചോ. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ഐ ലവ് യു. പിള്ളപ്പാവം കിട്ടും. മാറി അവിടെ പോയി നമ്മളെ ഇത് പറ്റിയതല്ലേ. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ഐ ലവ് യു. ഒരു പറയുമ്പോൾ ഒരു സുഖം വേണം. ഐ ലവ് യു. ശരിയായില്ല. എടാ ഒന്ന് പോയിരിടാ അവിടെ. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതിയോ? ഇതെങ്ങനെ ഇത് നിങ്ങളുടെ സ്കിറ്റ് മാത്രം ഇവിടെ ഒറ്റ പെങ്കൊച്ചുങ്ങളെ വെറുതെ വിട്ടിട്ടില്ലല്ലോ. എല്ലാവരും ഞാൻ ഇതൊരു കൂട്ടായ്മയുടെ കൂട്ടായ്മയാണോ കുഴപ്പമില്ല. അല്ലെ നമ്മളെ ചോദിച്ചു മനസ്സിലാക്കണം. മകളെണിച്ചോ. എങ്കിലേ എന്നോട് പറ ഇറങ്ങിപ്പോനാണോ? ഐ ലവ് യു. പിള്ളപ്പാവം കിട്ടും. വേണ്ട പോയി. എനിക്ക് പറ്റിയ ആരുമില്ലല്ലോ. സുഖം വേണം. ഐ ലവ് യു എന്ന് പറയുമ്പോ അതിനൊരു സുഖം വേണം. സുഖം വേണമെങ്കിൽ ഐ ലവ് യു എന്ന് പറയുമ്പോ ചെന്ന് പറ. നീ ചെന്ന് പറ. കവലയൂർ മോഹൻലാലിന്റെ അടുത്ത്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. എടാവേ ഈ സ്കിറ്റം കളിച്ചോളായിരുന്നു. ലക്ഷ്മി അവനെ വിടരുത്. ബാക്കി കളിച്ചിട്ടോ? ക്ലൈമാക്സ് ഇനി അവർ രണ്ടുപേരും ഇങ്ങനെ പറയണമെന്നില്ല എന്നോട് പറഞ്ഞേ. ബാക്കി അല്ല ബാക്കി ട്രാഫിക്കിൽ വെച്ച് മോഹൻലാൽ വേറെ വഴിക്ക് പോകും. ഗാതെ തിക്കുറിശി കൊണ്ടുപോകും. ബാക്കി ഡയലോഗ് പറയാം. തിക്കുറിശി ബാക്കി പറയണ ഡയലോഗ് കൊണ്ടുപോകുന്നു. ഈ സ്കിറ്റ് ഡയലോഗ് ഉണ്ട്. അത് തിക്കുറിശിയുടെ ഡയലോഗ് പറ. ചില ഡയലോഗ് ലക്ഷ്മി ചേച്ചി തിക്കുറിശി കൊണ്ടുപോകുന്ന ഡയലോഗ് ക്ലൈമാക്സ് നമ്മൾ പറഞ്ഞ നേരത്തെ. ബാക്കി ചേച്ചി ബാക്കി അതല്ല തരാൻ ഞാനാന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എനിക്ക് കിട്ടി. ചാവി കൊണ്ട് കളയണ. അല്ല നമ്മള് പോകുമ്പോ നീ പിടി. വെറുതെ അല്ല തിക്കുറിശി കൊണ്ടുപോകും. ഞാൻ അങ്ങോട്ട് പോകും. അതെ ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതാൻ ബാക്കി മറന്നുപോയി. അപ്പൊ എന്റെ തലയിൽ വെറുതെ നൈസ് ഇട്ടിട്ടിരിക്കുക. മോൾ എന്റെ കൂടെ വരുന്നോ? അവൻ വരുമെന്ന് പോകുന്നില്ല. അവന്റെ സ്കിറ്റ് പൊളിഞ്ഞിരിക്കുക. എന്റെ കൂടെ പോലെ ഇവൻ ഈ പെട്ടിയായിട്ട് നീനത്ര കഞ്ചാവാണോ? അല്ല എന്താണെങ്കിലേ ഈ സ്കിറ്റിലൊരു പോരായ്മ എന്ന് പറയുന്നത് PSC രാജുവാണ്. ഈ പുള്ളിക്കാരനെ ഇതിനകത്ത് ലാലേട്ടനായിട്ട് വന്നല്ലോ. ഇതേപോലെ തന്നെ 1 കോടി എന്ന് പറഞ്ഞ പരിപാടിയിൽ പോയിട്ട് PSC രാജു എന്ന് പറഞ്ഞിട്ട് PSC എഴുതിയിട്ടും ജയിക്കാത്തൊരു ക്യാരക്ടർ ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് ആ ആളായിട്ട് വന്നേക്കാണ് ദിന്താങ്കർകടതാങ്കർകടതാങ്കറാണെന്ന് പറഞ്ഞു. ആ പെട്ടി ഓർക്ക് എനിക്കുള്ള എന്തോ ആണ് ചേച്ചി. എനിക്ക് ഇപ്പോഴും ക്ലൈമാക്സ് എന്താണ്? ക്ലൈമാക്സ് ഇല്ല ചേച്ചി. ഈ കൊച്ചിന്റെ അച്ഛൻ വരും, ഇതിനെ കൊണ്ട് സൺഡേ ക്ലാസ്സിനാക്കും. അത്ര ഒരു മിനിറ്റ് തിരിക്കൂ. അത് ബിനീഷിന്റെ ഡോക്ടറോട് വെച്ച് പറഞ്ഞിട്ട് തോന്നുന്നില്ല. ഡോക്ടറിന്റെ വട്ടാണല്ലേ? നിന്ന് വേർക്കാണ് കേട്ടോ. നിന്ന് വേർക്കുക ഒരിക്കലുമില്ല. അല്ലല്ല വേറെ വേഗം മേളിലേക്ക് വിട്ടോ. ശ്രീധർ സാർ വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ടേ പോകും. ഇതിന്റെ ബാക്കി അവിടെ കളിച്ചാൽ നല്ലൊരു ക്ലൈമാക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതുകൂടി പൊക്കൂടായിരുന്നു. ചെയ്ത് വെച്ചെന്നുള്ളതാണ് നമുക്കറിയാം. ഇതിന്റെ സംഭവം എന്താ ലക്ഷ്മി? ഒരു സാധനം ഇവിടെ ആരോടും പറഞ്ഞില്ല.
ചേച്ചി ഈ സ്കിറ്റിന്റെ ഇടയിൽ ഒരു ക്ലാസ് സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവർ അങ്ങ് ഒരുമിച്ച് പോകുന്നു. വെറും ക്ലാസ് അല്ല, ലോ ക്ലാസ്. ശ്രീകുട്ടൻ സാർ ഒരു പാട്ട് പാടുവോ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? ഇനി മേലാലിങ് വരില്ല നമ്മൾ സത്യം ചെയ്തിട്ട് പോകും. നിന്റെ ഒരൊറ്റ ഐ ലവ് യു ആണ് തുളച്ചത്. ഇനി ഞാൻ ആലോചിക്കണല്ലേ, ഈ ഡയറക്ടറുടെ മുമ്പിൽ പോയി എങ്ങനെ ഇരിക്കും. അടുത്ത് പോയിട്ട് ശ്വാസം മേളിലോട്ട് വലി. നല്ല ടോണായിരുന്നു. മേളിലോട്ട് വലി. നമ്മളിത് എത്ര കണ്ടേ? ഇല്ല, നെഞ്ചിടിക്കണതേ ഇല്ല. നെഞ്ചിടിക്കണില്ല, മരണക്കിണറിൽ ബുള്ളറ്റ് ഓടുവാന്ന്. ഇത് വന്ദനമല്ല, ഇത് സ്പന്ദനമാണ് നെഞ്ചിന്റെ. ലക്ഷ്മി, ഇതിന്റെ ഇടയ്ക്ക് രഹസ്യമായിട്ട് ഒന്ന് ബാസ്റ്റൻ അടച്ചേക്കണ്. ഈ PSC രാജു ആരാണ്? ഞാൻ പറഞ്ഞൊരു തമിഴ് നടൻ, ഏത് സിനിമയിലേന്ന്? പരിപാടിയൊക്കെ പൊളിഞ്ഞിട്ട് പോവില്ല, അതുപോലെ എല്ലാം മടക്കി കയറ്റി വെച്ച്. ലക്ഷ്മി, എന്താണ് ക്ലൈമാക്സ്? ഒന്നും പറയോ പ്ലീസ്? ക്ലൈമാക്സ് പറയാൻ പറയാ ചേച്ചി. ചേച്ചി വന്ദന സിനിമ കണ്ടില്ലേ? അതിന്റെ ക്ലൈമാക്സിൽ ഇവർ ഒരുമിച്ച് പോകുമ്പോ തിക്കുറിശി നോബിയാണ് അതിന്റെ ഡയലോഗ് പഠിച്ചു വെച്ചേക്കാണ്. തിക്കുറിശി ഒന്ന് ഗാഥയെ കൊണ്ടുപോകും, മോഹൻലാൽ ഒറ്റയ്ക്ക് പോകും. ഇതാണ് ക്ലൈമാക്സ്. ഒരു ക്ലാസ് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവർക്ക് അതിനുള്ള സെൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവരത് തുളച്ച്. എനിക്കതിൽ ഒന്നും പറയാനില്ല. PSC രാജു സാർ, പറയടാ. സാവുട്ടൻ മാങ്ങ പറിച്ചു, സാവിത്രി തിന്നു. എത്രയാണ് ബാക്കി? 7. കണക്കറിയാം. പറയണ്ടേ ഷിയാസ് പെരുമ്പാവൂര്. ചേട്ടാ, ഇപ്പൊ ഏത് സ്കിറ്റ് ചെയ്ത് മധു ആണോ മോഹൻലാലാണോ? ഒന്ന് ചിരിച്ചു വിടറേ, ഒന്ന് ചിരിച്ചു വിടറേ. 6 അടി പൊക്കമുള്ള ഒരു കോമഡിയാണ്. ചിരിച്ചു വിടും. I want 5 fresh fish fry പറഞ്ഞാണ്. ചോണുണ്ടോ ഈ പറ, നിനക്ക് 1 ലക്ഷം രൂപ ചെക്ക് പേ എഴുതരും. I want fresh 5 അക്കൗണ്ടിന് പൈസ ഉണ്ടാവൂല. I want 5 fresh fish fry. മീൻ വറുത്തെന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? 5 മീൻ ഫ്രൈക്ക് പകരം 5 മീൻ വറുത്തെന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? പക്ഷെ എന്തായാലും എനിക്ക് ഇന്ന് രാത്രി ഉറക്കം വരില്ല ഈ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാതെ. അതാണ് ഒരു പ്രേക്ഷകയുടെ ഒരു ഇതുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് സങ്കടം. എന്താണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ക്ലൈമാക്സ് ഒരെണ്ണം ചുറ്റുള്ള ഒരു 6 മിനിറ്റ് കറക്റ്റ് ആയിട്ട് പറയും. അതൊരു ഫീൽ ആയിരുന്നു ചേച്ചി. ലാലേട്ടനും ഗാഥയും കൂടെ പോകുമ്പോ തെക്കുറിശി വന്ന് അല്ലല്ലോ, ഞാൻ ലക്ഷ്മിയും കൊണ്ടല്ലേ പോയത്. ഞാൻ കണ്ടത് പോകുമ്പോ വിളിക്കും, തെക്കുറിശി വിളിക്കും. പരസ്യ കമ്പനിയുടെ ഓണറാണ് ഈ തെക്കുറിശി. അതിനെ ചേർക്കാതിരിക്കാനായിട്ടല്ലേ മനപ്പുറം വിളിക്കാത്ത. അത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വേറെ തലത്തിലാണ് ഈ സ്കിറ്റിനെ കൊണ്ട് എത്തിയത്. എന്താണെങ്കിലും ഇവിടുന്ന് പോകുമ്പോ ഒരു ചെമ്പോട്ടി നിറച്ച് പുഴുക്കുണ്ടോ. തലത്തിൽ പങ്കെടുത്ത ആൾക്ക് കുറച്ച് തലയുണ്ടായിരുന്നു, അതാണ് ഞാൻ നൈസായിട്ട് സ്കൂട്ടായി പോയി. അതാണ് ഉണ്ടായത്. ചേച്ചി, അടുത്തൊരു അവസരത്തിൽ ഞാൻ നല്ലൊരു ട്രീറ്റ്മെന്റ് മുമ്പേ എന്നെ അങ്ങനെ എളുപ്പത്തിലൊന്ന് അരിഞ്ഞിട്ട് അവസാനിപ്പിച്ചതാ എന്റെ രാമ. അപ്പോ ഈ ക്ലൈമാക്സ് ഇല്ലാത്ത സ്കിറ്റിന് ഞാൻ ഇവിടെ ഇതാ ക്ലൈമാക്സ് ഇടുകയാണ്. താങ്ക് യു ചേച്ചി. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഡാൻസ് ആണ്, ബെസ്റ്റ് പെർഫോമൻസ്. അല്ലല്ല, ആ ബെസ്റ്റ് എന്ന് പറഞ്ഞ മുദ്ര ശരിയല്ല, ബെസ്റ്റ്. ഞാൻ ഇങ്ങനെയല്ല കാണിച്ചത്, കണ്ണ് കണ്ടൂടെ? ഞാൻ ഇങ്ങനെയാണ് കാണിച്ചത്. ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ. PSC രാജു, ഈ പെട്ടി കൊണ്ടുപോകണല്ലേ?